തുകൽ ചുരുളുകളിൽ ഒളിപ്പിച്ചുവെച്ച വിജയരഹസ്യങ്ങൾ. 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ധനാഢ്യനും ബിസിനസ്സുകാരനുമായ ഒരു മഹത് വ്യക്തി ഭദ്രമായി സൂക്ഷിച്ചിരുന്ന തുകൽ ചുരുളുകളിൽ രേഖപ്പെടുത്തിയ വിജയരഹസ്യങ്ങൾ മറ്റൊരാൾക്ക് പകർന്നു നൽകുന്നതാണ് ഈ പ്രോഗ്രാമിന്റെ ഉള്ളടക്കം. ബിസിനസ്, മാർക്കറ്റിംഗ്, തൊഴിൽ, വിദ്യാഭ്യാസം, രാഷ്ട്രീയം തുടങ്ങി ഏതു മേഖലകളിൽ ഉള്ളവർക്കും വിജയത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തുവാൻ പര്യാപ്തമായവയാണ് ഈ രഹസ്യങ്ങൾ. ഓക്ക് മാൻഡിനോ എഴുതിയ ദ ഗ്രേറ്റസ്റ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് എന്ന പുസ്തകത്തിലാണ് ഈ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ധൃതി കൂട്ടുന്നവർക്ക് ഉള്ളതല്ല ഈ രഹസ്യങ്ങൾ. ഒരു കഥാരൂപത്തിലാണ് ഈ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. കഥകളിലെ ചില പ്രത്യേക അവസരങ്ങളിൽ സാന്ദർഭികമായി പറഞ്ഞു പോവുകയും അതോടൊപ്പം തന്നെ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന തുകൽ ചുരുളുകൾ തുറന്നു വായിക്കുകയും മോട്ടിവേഷൻ തരംഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ കഥ. വളരെ ശ്രദ്ധയോടെ, ക്ഷമയോടുകൂടി ഈ പ്രോഗ്രാം കാണുന്നവർക്ക് മാത്രമേ ഇതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ വിജയം നേടുവാനും സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. മണി ടെക് മീഡിയയ്ക്കു വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർ ഖാൻ സാഹിബ് ടി, മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം നഗരം. അത് മഞ്ഞുകാലമായിരുന്നു. കൊടും തണുപ്പായിരുന്നു ഒലിവുമലയിൽ. കിദ്രോൺ താഴ്വരയ്ക്ക് കുറുകെയുള്ള ഇടുങ്ങിയ വിള്ളലിലൂടെ ജെറുസലേം ദേവാലയത്തിൽ നിന്നുള്ള പുകയുടെയും കുന്തിരിക്കത്തിന്റെയും പൊരിച്ച മാംസത്തിന്റെയും ഗന്ധം അവിടേക്കെത്തി. അതിന്റെ മലിനത മലകളിലെ പൈൻ മരങ്ങളുടെ തൈലമണവുമായി കൂടിക്കലർന്നിരുന്നു. ബെത്പചെ ഗ്രാമത്തിൽ നിന്ന് അല്പം മാത്രം താഴെ തുറസായ ഒരു ചരിവിൽ പൽമീറ സ്വദേശിയായ പത്രോസിന്റെ വലിയ കച്ചവട സംഘം ക്ഷീണിച്ചു മയങ്ങിക്കിടന്നു. സമയമാണെങ്കിൽ ഏറെ വൈകി. മഹാനായ കച്ചവടക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൺകുതിര പോലും പിസ്റ്റാച്ചിയോ കുറ്റിച്ചെടികൾ ചവച്ച് ശബ്ദമുണ്ടാക്കുന്നതു മതിയാക്കി മാർദ്ദവമാർന്ന തിളങ്ങുന്ന തരം ചെറുചെടികളോട് ചേർന്ന് കിടന്ന് സ്വസ്ഥമായി വിശ്രമിച്ചു. നിശബ്ദ കൂടാരങ്ങളുടെ നീണ്ട വരിക്കപ്പുറത്ത് പഴക്കമുള്ള 4 ഒലിവുമരങ്ങളിൽ കട്ടിയുള്ള ചണത്തിന്റെ വള്ളികൾ കെട്ടുപിണഞ്ഞു കിടന്നു. അവ ശരീരത്തിൽ ചൂടുകിട്ടാൻ പരസ്പരം പറ്റിച്ചേർന്ന് കിടന്നിരുന്ന ഒട്ടകങ്ങളുടെയും കഴുതകളുടെയും അവ്യക്തരൂപങ്ങളെ വലയം ചെയ്യുന്ന ഒരു ഗോശാല ചത്വരം തീർത്തു. ചരക്കുവണ്ടികൾ സംരക്ഷിച്ചിരുന്ന 2 കാവൽക്കാർക്കൊഴികെ പത്രോസിന്റെ വലിയ കൂടാരത്തിന്റെ ചുവരിൽ പതിഞ്ഞിരുന്ന ആട്ടിൻ രോമത്തിന്റെ നീളമുള്ളതും നീങ്ങുന്നതുമായ നിഴലിനു മാത്രമേ താവളത്തിനകത്ത് ചലനമുണ്ടായിരുന്നുള്ളൂ. അകത്ത് പത്രോസ് രോഷാകുലനായി അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു. കൂടാരക്കവാടത്തിൽ ഭീതിയോടെ മുട്ടുകുത്തി നിൽക്കുന്ന യുവാവിന്റെ നേരെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം നെറ്റിച്ചുളിക്കുകയും തലയാട്ടുകയും ചെയ്തു. അവസാനം രോഗാതുരഗാത്രനായ അദ്ദേഹം സ്വർണ്ണനൂലിൽ നെയ്തെടുത്ത പരവതാനിയിലേക്ക് കുനിഞ്ഞ് ആ യുവാവിനെ തന്റെ അടുത്തേക്ക് മാടി വിളിച്ചു. ഹാഫിദ്, നീ എക്കാലവും എന്റെ സ്വന്തം തന്നെയാണ്. നിന്റെ അസാധാരണമായ അഭ്യർത്ഥന എന്നെ വല്ലാതെ അമ്പരപ്പിക്കുകയും പരിഭ്രാന്തനാക്കുകയും ചെയ്യുന്നു. ഇവിടത്തെ നിന്റെ ജോലിയിൽ നീ തൃപ്തനല്ലേ? ആ യുവാവിന്റെ ദൃഷ്ടികൾ പരവതാനിയിൽ കേന്ദ്രീകരിച്ചിരുന്നു. അല്ല യജമാനനെ. എങ്കിൽ ദയവായി നിന്റെ അപേക്ഷ ഒന്ന് ആവർത്തിക്കൂ. നിന്റെ മറുപടിയിൽ ഈ പതിവില്ലാത്ത അഭ്യർത്ഥനയ്ക്കുള്ള കാര്യകാരണങ്ങളും ഉൾക്കൊള്ളിക്കുക. വെറും ഒരു ഒട്ടകപാലനായിരിക്കുന്നതിനേക്കാൾ അങ്ങയുടെ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരിയാകാനാണ് എന്റെ ആഗ്രഹം. അങ്ങയുടെ ഉൽപ്പന്നങ്ങളുടെ ഭാരക്ലേശത്താൽ ഇഴഞ്ഞു നീങ്ങുന്ന മൃഗങ്ങൾ വലിക്കുന്ന ചരക്കുവണ്ടികളിൽ നിന്ന് മാറിപ്പോയ ഹദാദ്, സൈമൺ, കാലെബ് മുതലായവരും മറ്റുള്ളവരും തിരിച്ചെത്തുന്നത് അങ്ങയ്ക്കും അവർക്കു തന്നെയും വേണ്ടതായ സ്വർണത്തോടുകൂടിയാണ്. എന്റെ ജീവിതത്തിന്റെ താഴ്ന്ന നില മെച്ചപ്പെടുത്താൻ ഞാൻ ആശിക്കുന്നു. ഒരു ഒട്ടക നോട്ടക്കാരൻ എന്ന നിലയിൽ ഞാൻ ഒന്നുമല്ല. എന്നാൽ അങ്ങയ്ക്കായി ഒരു കച്ചവടക്കാരനായാൽ എനിക്ക് ധനവും വിജയവും സ്വന്തമാക്കാം. പത്രോസ് അല്പം പിന്നോട്ട് ചാഞ്ഞ് ആ യുവാവിന്റെ നവോന്മേഷമുള്ളതും കറുത്ത നിറമുള്ളതുമായ മുഖം സൂക്ഷ്മമായി പഠിച്ചു. തന്റെ വസ്ത്രങ്ങൾക്ക്
മൃഗങ്ങളുടെ മണമായിരുന്നെങ്കിലും അവന്റെ പെരുമാറ്റത്തിൽ അതിന്റെ പേരിൽ യാതൊരു താഴ്മയും അവൻ പ്രകടിപ്പിച്ചിട്ടില്ല. ഇത്രയേറെ സമ്പത്തും അതിന് അകമ്പടിയായി ഭീതിപ്പെടുത്തുന്ന അധികാരവും കൈവരുമ്പോൾ നീ അതുകൊണ്ട് എന്താണ് ചെയ്യുക? അങ്ങു ചെയ്യുന്നത് തന്നെ ഞാൻ ചെയ്യും. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല സാധനങ്ങൾ എന്റെ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കും. ബാക്കിയുള്ളത് അവശതയനുഭവിക്കുന്നവർക്ക് പങ്കുവച്ചു കൊടുക്കും. പത്രോസ് വീണ്ടും തലയാട്ടി. മകനെ, സമ്പത്ത് ഒരിക്കലും നിന്റെ ജീവിത ലക്ഷ്യമാകരുത്. നിന്റെ വാക്കുകൾ വാചാലമാണ്, പക്ഷേ അവ വാക്കുകൾ മാത്രമാണ്. യഥാർത്ഥ ധനം ഹൃദയത്തിൻ്റെതാണ്, പണസഞ്ചിയുടേതല്ല. ഹാഫിദ് നിർബന്ധബുദ്ധിയോടെ ചോദിച്ചു, യജമാനനെ, അങ്ങ് ധനാഢ്യനല്ലേ? ഹാഫിദിന്റെ ധീരത കണ്ട് വൃദ്ധൻ പുഞ്ചിരിച്ചു. ഹാഫിദേ, ഭൗതിക സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനും ഹെറോദേസിന്റെ കൊട്ടാരത്തിന് പുറത്തുള്ള ഏറ്റവും അധകൃതനായ യാചകനും തമ്മിൽ ഒരു വ്യത്യാസമേയുള്ളൂ. യാചകൻ തന്റെ അടുത്ത ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത് എന്റെ അവസാനത്തെ ഭക്ഷണത്തെക്കുറിച്ചാണ്. അരുതു മകനെ, സമ്പത്തിനായി മാത്രം കാക്ഷിക്കരുത്. ധനികനാകാൻ മാത്രം അധ്വാനിക്കുകയുമരുത്. പിന്നെയോ ആനന്ദത്തിനും സ്നേഹിക്കപ്പെടുന്നതിനും സർവോപരി മനഃശാന്തിയും ക്ഷോഭരാഹിത്യവും ലഭിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുക. ഹാഫിദ് വിട്ടുകൊടുക്കാതെ തുടർന്നു. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം സ്വർണമില്ലാതെ അസാധ്യമാണല്ലോ. ദാരിദ്ര്യത്തിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ആർക്കും കഴിയും. ഒഴിഞ്ഞ വയറുള്ള ആർക്കാണ് സന്തോഷമായിരിക്കാൻ സാധിക്കുക? കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകാൻ കഴിയാത്തവൻ എങ്ങനെയാണ് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക? മറ്റുള്ളവർക്ക് സന്തോഷമരുളുമ്പോൾ സമ്പത്ത് നല്ലതാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പിന്നെ ധനികനാകാനുള്ള എന്റെ ആഗ്രഹം നല്ലതല്ലാത്തതാകുന്നത് എന്തുകൊണ്ടാണ്? മരുഭൂമിയിലെ സന്യാസിക്ക് ദാരിദ്ര്യം ഒരു ആനുകൂല്യവും ജീവിത രീതിയുമാകാം. കാരണം അദ്ദേഹത്തിന് തന്നെ മാത്രമേ പോറ്റേണ്ടതുള്ളൂ. ദൈവത്തെയല്ലാതെ മറ്റാരെയും പ്രീതിപ്പെടുത്തേണ്ടതില്ല. കഴിവിന്റെ അല്ലെങ്കിൽ ഉന്നതാഭിലാഷത്തിന്റെ അഭാവമായിട്ടാണ് ദാരിദ്ര്യത്തെ ഞാൻ കണക്കാക്കുന്നത്. ഞാനാകട്ടെ ഈ 2 ഗുണങ്ങളിലും കുറവുള്ളവനല്ല. പത്രോസ് നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു, ഉന്നതാഭിലാഷം സംബന്ധിച്ച് ഇത്ര പെട്ടെന്നുള്ള വിസ്ഫോടനത്തിന് കാരണമെന്താണ്? കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നതിനെക്കുറിച്ചു പറയുന്ന നിനക്ക് ഒരു കുടുംബമില്ല. മഹാമാരി മൂലം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നിന്നെ ഞാനല്ലേ ദത്തെടുത്തു വളർത്തിയത്? ഹാഫിദിന്റെ സൂര്യതാപമേറ്റ് കരുവാളിച്ച തൊലിക്ക് തന്റെ മുഖം പെട്ടെന്ന് ചുവന്നു തുടുക്കുന്നത് മറച്ചുവെക്കാനായില്ല. അവൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര തിരിക്കുന്നതിന് മുൻപ് ഹെബ്രോണിൽ താവളമടിച്ചിരുന്നപ്പോൾ ഞാൻ കാൽനേയുടെ മകളെ കാണാനിടയായി. അവൾ മടിച്ചുകൊണ്ട് വളരെ സാവധാനത്തിൽ ഹാഫിദ് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പല പ്രാവശ്യം കണ്ടു. ഇപ്പോൾ ഞാൻ അവളുമായി പ്രണയത്തിലാണ്. ബിസിനസ്സുകാരനും ധനാഢ്യനുമായ അവളുടെ പിതാവ് അവളെ ബിസിനസ്സുകാരനും ധനാഢ്യനുമായ യുവാവിന് മാത്രമേ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് എനിക്കും വലിയ ഒരു ബിസിനസ്സുകാരനും ധനാഢ്യനുമാകണം. അതിന് അങ്ങ് എന്നെ സഹായിക്കണം. എന്തായാലും നിനക്കൊരു ലക്ഷ്യബോധമുണ്ടായി. സ്നേഹം നിനക്ക് പ്രചോദനം നൽകി. നിനക്ക് ഒരു ബിസിനസ്സുകാരനും ധനാഢ്യനും ആകുവാനുള്ള ചില വഴികൾ ഞാൻ കാട്ടിത്തരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അനുബന്ധമായ കാര്യങ്ങൾ നീ സ്വയം മനസ്സിലാക്കുകയും വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും അവസരം വരുമ്പോൾ മുന്നോട്ട് കുതിക്കുകയും ചെയ്യണം. വളരെ സന്തോഷത്തോടുകൂടി ഹാഫിദ് ചോദിച്ചു, ഞാൻ ആരംഭിക്കേണ്ടത് എങ്ങനെയാണ്? നീ രാവിലെ ചരക്കുവണ്ടികളുടെ അടുത്തുപോയി സിൽവിയോയെ കാണുക. അദ്ദേഹം നമുക്കുള്ളതിൽ ഏറ്റവും മനോഹരവും തുന്നലില്ലാത്തതുമായ മേൽക്കുപ്പായം നിന്റെ ചിലവിൽ നിനക്ക് വിട്ടുതരും. ആട്ടിൻ രോമം കൊണ്ട് നെയ്തെടുത്ത അതിന് എത്ര ശക്തമായ മഴയെയും അതിജീവിക്കാനാകും. അത് മഞ്ചട്ടിച്ചെടിയുടെ വേരിൽ നിന്നുള്ള ചെഞ്ചായത്തിൽ മുക്കിയെടുത്തിട്ടുള്ളതിനാൽ അതിന്റെ നിറം ഒരിക്കലും മങ്ങുകയില്ല. വസ്ത്രാഗ്രത്തിൽ ഉൾഭാഗത്തായി
ഒരു കൊച്ചു നക്ഷത്രം തുന്നിച്ചേർത്തിട്ടുണ്ട്. ലോകത്തിൽ ഏറ്റവും നല്ല മേൽക്കുപ്പായങ്ങളുണ്ടാക്കുന്ന ടോള കച്ചവട സംഘത്തിന്റെ മുദ്രയാണിത്. നക്ഷത്രത്തിനടുത്ത് എന്റെ മുദ്രയും കാണും. അതായത് ഒരു ചതുരവും അതിന്റെ മധ്യേ ഒരു വൃത്തവും. ഇരുമുദ്രകളും രാജ്യം മുഴുവൻ അറിയപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതുമാണ്. ഇതിനകം ഇത്തരം അസംഖ്യം വസ്ത്രസഹസ്രങ്ങൾ നാം വിറ്റഴിച്ചു കഴിഞ്ഞു. ഇക്കാര്യങ്ങൾ ദീർഘമായി ഞാൻ യഹൂദന്മാരുമായി ഇടപെടുന്നു. അതിനാൽ ഈ മേൽക്കുപ്പായത്തിന് അവർ ഉപയോഗിക്കുന്ന അബേയോ എന്ന പേരാണ് എനിക്ക് കൂടുതൽ പരിചയം. ആ മേൽക്കുപ്പായമെടുത്ത് ഒരു കഴുതയെയും കൊണ്ട് അതിരാവിലെ നീ ബെത്ലഹേമിലേക്ക് തിരിക്കുക. ഇവിടെ വന്നുചേരുന്നതിന് മുൻപ് നമ്മുടെ കച്ചവട സംഘം കടന്നുപോകുന്ന ഗ്രാമമാണത്. നമ്മുടെ കച്ചവടക്കാരാരും ആ സ്ഥലം സന്ദർശിക്കാറില്ല. അവരുടെ അഭിപ്രായത്തിൽ അവിടത്തുകാരെല്ലാം വളരെ ദരിദ്രനായതിനാൽ അവിടേക്ക് പോകുന്നത് സമയനഷ്ടമാണ്. എന്നാൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് നൂറുകണക്കിന് ഇത്തരം വസ്ത്രങ്ങൾ അവിടെയുള്ള ആട്ടിടയന്മാർക്കിടയിൽ വിറ്റഴിച്ചവനാണ് ഞാൻ. വാക്കുകൾ നിർത്തിയില്ല. മകനേ, ഈ നവ്യജീവിതാരംഭത്തിൽ നീ സ്മരിക്കേണ്ട ഒരു സാരോപദേശമുണ്ട്. നീ എപ്പോഴും അത് മനസ്സിൽ സൂക്ഷിക്കണം. ഉന്നതാഭിവാഞ്ഛയുള്ള ആരെയുമെന്ന പോലെ നിന്നെയും അഭിമുഖീകരിക്കുന്ന അസാധ്യമെന്ന് തോന്നുന്ന മാർഗതടസ്സങ്ങളെ അങ്ങനെ നീ അതിജീവിക്കും. ഹാഫിദ് കൂടുതൽ കേൾക്കാൻ കാതോർത്തു. ശരി യജമാനനെ, വിജയം വരിക്കാനുള്ള നിന്റെ തീരുമാനം വേണ്ടത്ര ശക്തമാണെങ്കിൽ ഒരു പരാജയവും നിന്നെ ഒരിക്കലും പിന്നിലാക്കുകയില്ല. പത്രോസ് ആ യുവാവിന്റെ അടുത്തേക്ക് നീങ്ങി ചോദിച്ചു, ഞാൻ പറഞ്ഞതിന്റെ പൂർണ്ണമായ അർത്ഥം നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് യജമാനനെ. എങ്കിൽ എന്നോടൊത്ത് ഈ വാക്കുകൾ ആവർത്തിക്കുക. വിജയം വരിക്കാനുള്ള നിന്റെ തീരുമാനം വേണ്ടത്ര ശക്തമാണെങ്കിൽ ഒരു പരാജയവും നിന്നെ പിന്നിലാക്കുകയില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ബത്ലഹേം. ഹാഫിദ് പട്ടുവസ്ത്രം വിൽക്കാനായി ബത്ലഹേമിൽ എത്തിയിട്ട് ഇന്നേക്ക് 4 ദിവസം. ഈ 4 ദിവസം കഠിനാധ്വാനം ചെയ്തിട്ടും ചുവന്ന പട്ടുവസ്ത്രം വിൽക്കാൻ കഴിഞ്ഞില്ല. കഴിവുകെട്ട ഒരു കച്ചവടക്കാരൻ എന്ന് യജമാനൻ തന്നെ വിളിക്കും. കച്ചവട സംഘത്തിലെ കൂടെയുള്ളവർ കൊണ്ടുവന്ന സാധനങ്ങളിൽ ഒട്ടുമിക്കതും അവർ വിറ്റുതീർത്തു. ഹാഫിദ് സത്രത്തിന്റെ വരാന്തയിലാണ് രാത്രികാലം കഴിച്ചുകൂട്ടിയത്. തന്റെ യാത്രാമൃഗമായ കോവർ കഴുതയെ അടുത്തുള്ള ഒരു ഗുഹയ്ക്ക് സമീപം കെട്ടിയിട്ടു. കാര്യമായി വാടക ഒന്നും കൊടുക്കാതെ സത്രത്തിൽ കഴിച്ചുകൂട്ടിയതിൽ സത്രം സൂക്ഷിപ്പുകാരൻ പല പ്രാവശ്യം അതൃപ്തി പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്റെ യാത്രാമൃഗത്തിന്റെ സമീപമായി ഗുഹയിൽ തന്നെ ഇന്ന് താമസിക്കാമെന്ന് ഹാഫിദ് തീരുമാനിച്ചു. ഗുഹയ്ക്കടുത്തെത്തിയപ്പോൾ അതാ അതിനകത്ത് മിന്നിപ്പൊലിയുന്ന വെളിച്ചം. അകത്ത് ഒരു കള്ളനായിരിക്കുമെന്നു ഭയന്ന് അദ്ദേഹം കാലുകൾക്ക് വേഗത കൂട്ടി. കവർച്ചക്കാരനെ കീഴ്പ്പെടുത്താനും തന്റെ വസ്തുവകകൾ തിരിച്ചെടുക്കാനും തീർച്ചയാക്കി അദ്ദേഹം മുന്നോട്ടു കുതിച്ചു. പക്ഷേ ഗുഹയ്ക്കകം വ്യക്തമായി കണ്ടതോടെ തന്റെ പിരിമുറുക്കം പമ്പ കടന്നു. ചുവരിലുണ്ടായിരുന്ന ഒരു വിടവിൽ കുത്തി നിർത്തിയിരുന്ന ഒരു ചെറുമെഴുകുതിരി അകത്ത് പറ്റിച്ചേർന്നിരുന്നത് ഒരു താടിവെച്ച പുരുഷനും ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീയുമാണെന്ന് വ്യക്തമാക്കി. അവരുടെ കാൽപാദങ്ങളിൽ സാധാരണ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കാറുള്ള ഒരു തൊട്ടിക്കകത്ത് ഒരു ശിശു സുഖസുഷുപ്തിയിലായിരിക്കുന്നു. ഹാഫിദിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ കുഞ്ഞിന്റെ ചുക്കിച്ചുളിഞ്ഞ ചുവപ്പു ചർമ്മം കണ്ടതിൽ നിന്ന് അത് ഒരു നവജാത ശിശുവാണെന്ന് അദ്ദേഹം ഊഹിച്ചു. ഉറങ്ങുന്ന കുഞ്ഞിനെ തണുപ്പിൽ നിന്ന് രക്ഷിക്കുവാൻ അവർ ഇരുവരും തങ്ങളുടെ മേലങ്കി കൊണ്ട് അതിന്റെ ശരീരം ശിരസ്സൊഴികെ പുതപ്പിച്ചിരുന്നു. അകത്തുണ്ടായിരുന്ന പുരുഷൻ ഹാഫിദിനെ തലകുനിച്ച് അഭിവാദ്യം ചെയ്തു. സ്ത്രീയാകട്ടെ കുഞ്ഞിന്റെ അടുത്തേക്ക് നീങ്ങി. ആരും ഒന്നും സംസാരിച്ചില്ല. ആ സ്ത്രീ തണുത്തു വിറച്ചു. ഗുഹയ്ക്കകത്തെ തണുപ്പ് സഹിക്കാൻ അവളുടെ നേർത്ത വസ്ത്രം തീർത്തും അപര്യാപ്തമായിരുന്നെന്ന് ഹാഫിദിന് ബോധ്യമായി. അദ്ദേഹം ആ കുഞ്ഞിനെ ഒന്നുകൂടി നോക്കി. കുഞ്ഞ് ഒരു പാൽപുഞ്ചിരി പൊഴിച്ചു. വായ് തുറന്നടയ്ക്കുന്നത് കൗതുകത്തോടെ ശ്രദ്ധിക്കുന്നതിനിടയിൽ ഹാഫിദിന്
തന്റെ ഉള്ളിൽ ഒരു അസാധാരണ അനുഭൂതിയുണ്ടായി. ഏതോ അജ്ഞാത കാരണത്താൽ അദ്ദേഹം ലിഷയെക്കുറിച്ചോർത്തു. കൊടും തണുപ്പിൽ കോച്ചി വിറച്ചപ്പോൾ ആ സ്ത്രീ ഉണ്ടാക്കിയ ചലനം ഹാഫിദിന്റെ ദിവാസ്വപ്നം പെട്ടെന്ന് അവസാനിപ്പിച്ചു. അനിശ്ചിതത്വത്തിന്റെ വേദനാജനകമായ നിമിഷങ്ങൾക്കുശേഷം ഭാവി വ്യാപാരി തന്റെ മൃഗത്തിന്റെ നേരെ നടന്നു. അദ്ദേഹം ശ്രദ്ധാപൂർവം കെട്ടുകളഴിച്ച് ഭാണ്ഡം തുറന്ന് മേൽവസ്ത്രം പുറത്തെടുത്തു. അനന്തരം അത് നിവർത്തുകയും തന്റെ കൈകൾ കൊണ്ട് അതിന്മേൽ സ്പർശിക്കുകയും ചെയ്തു. അതിന്റെ ചെഞ്ചായം മെഴുകുതിരി വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി. അതിന്റെ ഉൾഭാഗത്ത് പത്രോസിന്റെയും ടോളയുടെയും മുദ്രകൾ വ്യക്തമായി കണ്ടു. അതായത് ചത്വരത്തിലുള്ള വൃത്തവും നക്ഷത്രവും. കഴിഞ്ഞ 3 ദിവസങ്ങളായി അദ്ദേഹം എത്രയോ തവണ തന്റെ കുഴഞ്ഞ കൈകളിൽ ഈ മേൽവസ്ത്രം വഹിച്ചതാണ്. അതിന്റെ ഓരോ ഊടും പാവും അദ്ദേഹത്തിന് അറിയാമെന്ന് തോന്നി. തീർച്ചയായും അത് ഗുണനിലവാരമുള്ള ഒരു മേൽവസ്ത്രമായിരുന്നു. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പുരുഷായുസ് മുഴുവൻ അത് ഉപയോഗിക്കാം. ഹാഫിദ് കുറച്ചു സമയം കണ്ണുകളടച്ച് നെടുവീർപ്പിട്ടു. പിന്നീട് ആ കൊച്ചു കുടുംബത്തിനു നേരെ തിടുക്കത്തിൽ നടന്നു. അദ്ദേഹം കുഞ്ഞിന്റെ ഒരു വശത്ത് വൈക്കോലിൽ മുട്ടുകുത്തി. പുൽത്തൊട്ടിയിൽ നിന്ന് ആദ്യം പിതാവിന്റെയും പിന്നീട് മാതാവിന്റെയും കീറിപ്പറിഞ്ഞ മേലങ്കികൾ സൗമ്യമായി എടുത്തുമാറ്റി. രണ്ടും ഉടമസ്ഥർക്ക് തിരിച്ചേൽപ്പിച്ചു. പ്രവർത്തിക്കുന്നതിനുള്ള ഹാഫിദിന്റെ ധീരത മാതാപിതാക്കളെ പരിഭ്രാന്തരാക്കി. അനന്തരം തന്റെ അമൂല്യമായ ചുവന്ന മേൽക്കുപ്പായമെടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ഉണ്ണിയെ മൃദുവായി പുതപ്പിച്ചു. തന്റെ മൃഗത്തെയും കൊണ്ട് ഗുഹയുടെ പുറത്തേക്ക് പോകുമ്പോഴും ആ കൊച്ചമ്മ ചാർത്തിയ സ്നേഹചുംബനത്തിന്റെ കുളിര് ഹാഫിദിന്റെ കവിളിലുണ്ടായിരുന്നു. അന്നുവരെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും തിളക്കമുള്ള ഒരു നക്ഷത്രം ഇതാ നേരെ അദ്ദേഹത്തിന്റെ ശിരസ്സിന് മുകളിൽ. തന്റെ കണ്ണുകൾ ഈറനണിയുന്നതുവരെ ഹാഫിദ് ആ നക്ഷത്രത്തിലേക്ക് ഉറ്റുനോക്കി. പിന്നീട് ജെറുസലേമിലേക്കും മലയിലുള്ള കച്ചവട സംഘത്തിലേക്കും മടങ്ങാനുള്ള മുഖ്യവീതിയിലേക്കെത്തിച്ചേരുന്ന വഴിയിലൂടെ അദ്ദേഹം തന്റെ മൃഗത്തെ നയിച്ചു. ഹാഫിദ് സാവധാനത്തിൽ യാത്ര തുടർന്നു. തല താഴ്ത്തിപ്പിടിച്ചിരുന്നതിനാൽ തന്റെ പാത പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന നക്ഷത്രത്തെ അദ്ദേഹം തീരെ ശ്രദ്ധിച്ചില്ല. ഇത്ര വലിയ മണ്ടത്തരം താൻ ചെയ്തത് എന്തുകൊണ്ടാണ്? ഗുഹയ്ക്കകത്തുണ്ടായിരുന്നവർ തനിക്ക് പരിചയമുള്ളവരല്ല. തന്റെ അമൂല്യവസ്ത്രം അവർക്ക് വിൽക്കാൻ ശ്രമിക്കാതിരുന്നതെന്തുകൊണ്ടാണ്? തന്നെ അയച്ച പത്രോസിനോട് എന്തു പറയും? മറ്റുള്ളവരോടോ? താൻ വില നൽകിക്കഴിഞ്ഞിരുന്ന ആ വസ്ത്രം അന്യർക്ക് വെറുതെ കൊടുത്തതറിയുമ്പോൾ അവർ ചിരിച്ചു മണ്ണ് കപ്പും. കൊടുത്തതോ ഒരു ഗുഹയിലെ അജ്ഞാത ശിശുവിന്. ഹാഫിദിന്റെ മനസ്സ് പത്രോസിനെ പറ്റിക്കാൻ പറ്റുന്ന ഒരു കഥ തേടി അലഞ്ഞു. താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയെന്നു പറയാം. പത്രോസ് ആ കഥ വിശ്വസിക്കുമോ? എന്തായാലും അവിടങ്ങളിൽ ധാരാളം പിടിച്ചുപറിക്കാരുണ്ടായിരുന്നു. പക്ഷേ പത്രോസ് തന്റെ കഥ വിശ്വസിച്ചാൽ പോലും തന്നിൽ അശ്രദ്ധ ആരോപിക്കുകയില്ലേ? വളരെ പെട്ടെന്ന് ഗത്സമൻ തോട്ടത്തിലേക്കുള്ള വഴിയിൽ ഹാഫിദ് എത്തിച്ചേർന്നു. അദ്ദേഹം കോവർക്കഴുതയുടെ പുറത്തുനിന്നിറങ്ങി അതിനു മുൻപേ തളർന്ന് നടന്ന് കച്ചവട സംഘത്തിന്റെ അടുത്തു ചെന്നു. നക്ഷത്രശോഭ അവിടെയെല്ലാം പകൽ വെളിച്ചം പരത്തി. തന്നെ പറഞ്ഞയച്ചവരെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന ഭയം അദ്ദേഹത്തെ ഗ്രസിച്ചു. പത്രോസാണെങ്കിൽ തന്റെ കൂടാരത്തിനു വെളിയിൽ വാനിലേക്കുറ്റുനോക്കി നിൽക്കുകയായിരുന്നു. ഹാഫിദ് നിശ്ചലനായി നിന്നെങ്കിലും വയോധികൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പെട്ടെന്നു മനസ്സിലാക്കി. പത്രോസ് അല്പം ഭയപ്പാടു കലർന്ന സ്വരത്തിലാണ് ആ യുവാവിനെ സമീപിച്ചതും ഇപ്രകാരം ചോദിച്ചതും: "നീ ബെത്ലഹേമിൽ നിന്ന് നേരിട്ടാണോ ഇങ്ങോട്ടു വന്നത്?" "അതേ യജമാനനെ." "ഒരു നക്ഷത്രം നിന്നെ അനുഗമിച്ചിരുന്നത് നിന്നെ അത്ഭുതപ്പെടുത്തിയില്ലേ?" "ഞാൻ അത് ഒട്ടും ശ്രദ്ധിച്ചില്ല യജമാനനെ." "നീ ശ്രദ്ധിച്ചില്ലെന്നോ? എന്റെ കാര്യത്തിൽ 2 മണിക്കൂർ മുൻപ് ബെത്ലഹേമിൽ ഈ താരോദയം കണ്ടതുമുതൽ ഇതുവരെ എനിക്ക് ഇവിടെ നിന്ന് വിട്ടുമാറാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും നിറവും തേജസ്സുമൊത്തിണങ്ങിയ ഒരു നക്ഷത്രത്തെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കുന്നതിനിടയ്ക്ക് അത് ആകാശത്തിലൂടെ നീങ്ങുകയും
നമ്മുടെ കച്ചവട സംഘത്തെ സമീപിക്കുകയുമായിരുന്നു. അത് നമ്മുടെ നേരെ മുകളിലെത്തിയതും നീ മടങ്ങിവന്നതും ഒരേ സമയത്താണ്. എന്തൊരത്ഭുതം! ഇപ്പോൾ അത് ചലിക്കുന്നില്ല. പത്രോസ് ഹാഫിദിനെ സമീപിച്ച് അവന്റെ മുഖഭാവം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അദ്ദേഹം ചോദിച്ചു, ബെത്ലഹേമിൽ വെച്ച് നീ എന്തെങ്കിലും അസാധാരണ സംഭവത്തിൽ പങ്കെടുത്തോ? ഇല്ല യജമാനനെ. വൃദ്ധൻ അതൃപ്തിയോടെ നെറ്റിചുളിച്ചു. അദ്ദേഹം ചിന്താധീനനായി കാണപ്പെട്ടു. ഇത്തരം ഒരു രാത്രി അല്ലെങ്കിൽ ഇതുപോലൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹാഫിദ് വൈമുഖ്യത്തോടെ പറഞ്ഞു, ഈ രാത്രി ഞാനും ഒരിക്കലും മറക്കുകയില്ല യജമാനനെ. ഓഹോ, അപ്പോൾ ഈ സന്ധ്യയ്ക്ക് എന്തോ സവിശേഷമായി സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നീ ഇത്രയും വൈകിയ സമയത്ത് വന്നുചേർന്നത്? പത്രോസ് തിരിഞ്ഞ് ഹാഫിദിന്റെ കോവർകഴുതയുടെ സമീപം ചെന്ന് അതിന്റെ പുറത്തു വെച്ചിരുന്ന ഭാണ്ഡത്തിൽ കുത്തിനോക്കിയപ്പോൾ ആ യുവാവ് നിശബ്ദനായിരുന്നു. ഭാണ്ഡം ശൂന്യമാണ്. അവസാനം വിജയം തന്നെ. നീ വേഗം എന്റെ കൂടാരത്തിൽ വന്ന് നിന്റെ അനുഭവങ്ങൾ പറയുക. ദൈവങ്ങൾ ഈ രാത്രി പകൽ പോലെയാക്കിയതിനാൽ എനിക്ക് ഉറങ്ങാനാകുന്നില്ല. ഒരുപക്ഷേ എന്തുകൊണ്ട് ഒരു നക്ഷത്രം ഒരു ഒട്ടകച്ചെറുക്കനെ അനുഗമിക്കണം എന്നതിലേക്കുള്ള ചില സൂചനകൾ നിന്റെ വാക്കുകളിൽ നിന്ന് എനിക്ക് ലഭിക്കും. ഹാഫിദ് ബെത്ലഹേമിൽ നേരിടേണ്ടിവന്ന നിരന്തരമായ തിരസ്കരണങ്ങളുടെയും തിരിച്ചടികളുടെയും അപമാനങ്ങളുടെയും നീണ്ട കഥ തന്റെ കട്ടിലിൽ ചാരിക്കിടന്ന് ശ്രദ്ധയോടെ കണ്ണുകളടച്ച് പത്രോസ് കേട്ടു. ഒരു പാത്രക്കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ പീടികയിൽ നിന്ന് തന്നെ എടുത്തെറിഞ്ഞതും താൻ വില കുറയ്ക്കില്ലെന്നു ശഠിച്ചപ്പോൾ ഒരു റോമൻ സൈനികൻ ആ വിശിഷ്ടവസ്ത്രം തന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞതുമെല്ലാം ഹാഫിദ് വിവരിക്കുന്നതിനിടയിൽ പത്രോസ് തലയാട്ടിയിരുന്നു. ഈ സന്ധ്യയ്ക്ക് സത്രത്തിൽ വെച്ച് തന്നെ വ്യാകുലപ്പെടുത്തിയ സംശയങ്ങൾ പരുഷവും താഴ്ന്നതുമായ സ്വരത്തിൽ ഹാഫിദ് വിവരിക്കുമ്പോൾ പത്രോസ് ഇടയ്ക്കുകയറി പറഞ്ഞു, ഹാഫിദേ, ആത്മനൊമ്പരപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ മനസ്സിലൂടെ കടന്നുപോയ ഓരോ സംശയവും അനുസ്മരിക്കാവുന്നിടത്തോളം എന്നോട് ഇപ്പോൾ വിശദീകരിക്കുക. ഹാഫിദ് എല്ലാം ഓർത്തെടുത്ത് വിവരിച്ചു കൊടുത്തു. അന്നേരം പത്രോസ് ആരാഞ്ഞു. സംശയങ്ങളെല്ലാം ദൂരീകരിക്കുകയും പിറ്റേ പ്രഭാതത്തിൽ മേൽക്കുപ്പായം വിറ്റഴിക്കണമെന്ന് തീരുമാനിക്കാൻ പുത്തൻ കരുത്തു പകരുകയും ചെയ്ത ചിന്തയെന്തായിരുന്നു? ഹാഫിദ് ഒരു നിമിഷം തന്റെ മറുപടിയെക്കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കാൽനയുടെ മകളെപ്പറ്റി മാത്രമേ ചിന്തിച്ചുള്ളൂ. ആ മലിനമായ സത്രത്തിലും എനിക്കറിയാമായിരുന്നു, വിൽപ്പനയിൽ വിജയിച്ചില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും അവളുടെ മുഖം കാണാൻ സാധിക്കില്ലെന്ന്. കണ്ഠമിടറിക്കൊണ്ട് അവൻ കൂട്ടിച്ചേർത്തു, എന്തായാലും അവൾക്ക് മുന്നിൽ ഞാൻ പരാജയപ്പെട്ടുപോയി. നീ പരാജയപ്പെട്ടെന്നോ? എനിക്കു മനസ്സിലാവുന്നില്ല. നീ തിരിച്ചെത്തിയപ്പോൾ ആ മേൽക്കുപ്പായം കൂടെയില്ലല്ലോ. പത്രോസിന് കേൾക്കുവാൻ മുന്നോട്ട് ചാഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാക്കുമാറ് അത്രയും പതിഞ്ഞ സ്വരത്തിൽ ഹാഫിദ് ഗുഹയെക്കുറിച്ചും അതിലെ ശിശുവിനെക്കുറിച്ചും മേൽവസ്ത്രത്തെപ്പറ്റിയും വിശദീകരിച്ചു. ആ യുവാവ് സംസാരിക്കുന്നതിനിടയ്ക്ക് പത്രോസ് പലതവണ കൂടാരത്തിന്റെ തുറന്ന മൂടിയെയും പരിസരത്തെയുമെല്ലാം ധവളാഭമാക്കി പരിലസിച്ചിരുന്ന നക്ഷത്രത്തെയും ബദ്ധപ്പാടിൽ നോക്കി. ഇത്രയുമായപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ അമ്പരപ്പ് വഴിമാറുകയും അവിടെ ഒരു പുഞ്ചിരി വിരിയുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ ആ ചെറുക്കൻ തന്റെ കഥയ്ക്ക് വിരാമമിട്ടതും വിതുമ്പിക്കരയാൻ തുടങ്ങിയതും അദ്ദേഹം കണ്ടില്ല. കരച്ചിൽ വേഗം തന്നെ ശമിച്ചു. ആ വലിയ കൂടാരത്തിലെങ്ങും നിശബ്ദത കളിയാടി. ഹാഫിദ് തന്റെ യജമാനന്റെ മുഖത്തു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. താൻ പരാജയപ്പെടുകയും അതിനാൽ ഒരു ഒട്ടകച്ചെറുക്കനേക്കാൾ ഉയരാനുള്ള യോഗ്യതയൊന്നും ഇല്ലാത്തവനാണെന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടാരത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടിപ്പോകാം എന്ന ചിന്തയെ അവൻ തടഞ്ഞു നിർത്തി. അപ്പോൾ ആ വലിയ കച്ചവടക്കാരന്റെ കൈ തന്റെ ചുമലിൽ വെച്ചതായി അവന് അനുഭവപ്പെട്ടു. അന്നേരം പത്രോസിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ അവൻ നിർബന്ധിതനായി. എന്റെ മകനെ, ഈ യാത്ര നിനക്ക് ഒട്ടും ലാഭകരമായില്ല, അല്ലേ? ഇല്ല യജമാനനെ.
എന്നാൽ എനിക്ക് അത് ലാഭകരമായി. നിന്നെ അനുധാവനം ചെയ്തിരുന്ന നക്ഷത്രം അംഗീകരിക്കുവാൻ പ്രയാസമുണ്ടായിരുന്ന എന്റെ അന്ധതയെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. നാം പൾമീറായിൽ ചെല്ലുമ്പോൾ മാത്രം ഇക്കാര്യം ഞാൻ നിനക്ക് വിശദീകരിച്ചു തരും. ഇപ്പോൾ ഒരു കാര്യം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. പറഞ്ഞാലും യജമാനനെ. നമ്മുടെ വ്യാപാരികൾ നാളെ സൂര്യാസ്തമനത്തിന് മുൻപ് കച്ചവട സംഘത്തിലേക്ക് മടങ്ങി വന്നു തുടങ്ങും. അവരുടെ മൃഗങ്ങൾക്ക് നിന്റെ ശുശ്രൂഷ വേണ്ടിവരും. തൽക്കാലം ഒരു ഒട്ടകച്ചെറുക്കന്റെ ചുമതലകളിലേക്ക് തിരിച്ചുവരാൻ നീ തയ്യാറാണോ? ഹാഫിദ് വിധേയത്വത്തോടെ എഴുന്നേറ്റ് തന്റെ ഉപകാരിയുടെ നേരെ തലകുനിച്ചു. അങ്ങ് ആവശ്യപ്പെടുന്നതെന്തും ഞാൻ ചെയ്യും. അങ്ങ് പ്രതീക്ഷിച്ചതിനു വിരുദ്ധമായി പരാജയപ്പെട്ടതിൽ ഞാൻ ദുഃഖിക്കുന്നു. എങ്കിൽ ഇപ്പോൾ പോകുക. നമ്മുടെ ആളുകളുടെ തിരിച്ചെത്തലിന് ഒരുങ്ങുക. നമുക്ക് ഇനി പൾമീറായിൽ വെച്ചു കാണാം. ഹാഫിദ് കൂടാര കവാടത്തിലൂടെ പുറത്തു കടന്നപ്പോൾ തെല്ലുനേരത്തേക്ക് ആ താരശോഭ അവനെ അന്ധനാക്കി. അവൻ കണ്ണു തുടച്ചു. പത്രോസ് കൂടാരത്തിനുള്ളിൽ നിന്ന് തന്നെ വിളിക്കുന്നത് അവൻ കേട്ടു. യുവാവ് തിരിച്ച് അകത്തു ചെന്ന് ആ വയോധികന്റെ വാക്കുകൾക്ക് കാതുകൊടുത്തു. അപ്പോൾ പത്രോസ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, നീ സമാധാനമായി ഉറങ്ങുക, കാരണം നീ പരാജയപ്പെട്ടിട്ടില്ല. ആ നക്ഷത്രം രാത്രി മുഴുവൻ ആകാശദേശത്ത് വെട്ടിത്തിളങ്ങി നിന്നു. 2 ആഴ്ച കഴിഞ്ഞു. ഹാഫിദ് വിശ്രമിക്കുകയായിരുന്നു. യജമാനൻ മുഖം കാണിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് സേവകൻ ഹാഫിദിനോട് പറഞ്ഞു. എന്തിനായിരിക്കും അദ്ദേഹം വിളിക്കുന്നത്? വളരെ പരിഭ്രാന്തനായി ഹാഫിദ് യജമാനന്റെ മുൻപിൽ ഹാജരായി. ഹാഫിദിനെ യജമാനനായ പത്രോസ് അരികിലേക്ക് വിളിച്ചു. അവൻ ബഹുമാനത്തോടുകൂടി അരികിൽ വന്നു നിന്നു. ലോകപ്രശസ്തനായ കച്ചവടക്കാരനും വലിയ ധനാഢ്യനും ആകണമെന്ന മോഹം ഇപ്പോഴും നിന്നിലുണ്ടോ? പത്രോസ് ചോദിച്ചു. ഉണ്ട് യജമാനനെ, ശക്തമായ ആഗ്രഹമുണ്ട്. അവൻ ആവേശത്തോടെ മറുപടി പറഞ്ഞു. എങ്കിൽ എന്റെ അരികിൽ വന്നിരിക്കൂ, അദ്ദേഹം നിർദ്ദേശിച്ചു. അവൻ അദ്ദേഹത്തിന്റെ അരികിൽ വന്നിരുന്നു. വന്ധ്യവയോധികൻ തലയാട്ടി. അത് അങ്ങനെ തന്നെയാകട്ടെ. നിന്നോടൊത്ത് കൂടുതൽ കാലം കഴിക്കണമെന്ന് ഞാൻ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിനക്ക് കാണാവുന്നതുപോലെ എനിക്കു വേറെ ചില പദ്ധതികളാണുള്ളത്. ഞാൻ വലിയ കച്ചവടക്കാരനാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ വാതിൽക്കൽ വീണ്ടും വരാത്തവിധം മരണത്തെ വിറ്റഴിക്കാൻ ഞാൻ അശക്തനാണ്. വിശന്നു വലയുന്ന പട്ടി അടുക്കളവാതിൽക്കൽ എന്നതുപോലെ മരണം കുറേ ദിവസങ്ങളായി ഇവിടെ കാത്തു കഴിയുകയാണ്. ആ പട്ടിക്കെന്ന പോലെ മരണത്തിനുമറിയാം, സ്വാഭാവികമായി സംരക്ഷിക്കാനാരുമില്ലാതെ എന്റെ വാതിൽ തുറന്നിടുമെന്ന്. പത്രോസും ഹാഫിദും നിശ്ചലരായി ഇരുന്നു. വൃദ്ധൻ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കുകയും ശ്വാസം കിട്ടാതെ വിഷമിക്കുകയും ചെയ്തു. അവസാനം ചുമച്ചു തീർന്നപ്പോൾ അദ്ദേഹം ക്ഷീണത്തോടെ ചിരിച്ചു. നമുക്ക് ഒരുമിച്ചു കഴിയാനുള്ള സമയം ഏറെ ഹ്രസ്വമാണ്. അതിനാൽ നമുക്ക് ആരംഭിക്കാം. ആദ്യം തന്നെ ഈ കട്ടിലിന്റെ അടിയിലുള്ള ചെറിയ ദേവദാരുപ്പെട്ടി പുറത്തെടുക്കുക. ഹാഫിദ് മുട്ടുകുത്തി. തുകൽവാറുകൊണ്ട് കെട്ടിവച്ചിരുന്ന ഒരു ചെറുപെട്ടി വലിച്ചെടുത്തു. കട്ടിലിലിരുന്ന പത്രോസിന്റെ കാലുകൾ തീർത്ത രൂപരേഖയ്ക്ക് താഴെ അതുവച്ചു. കണ്ഠശുദ്ധി വരുത്തിക്കൊണ്ട് വയോധികൻ പറഞ്ഞു, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഒട്ടകച്ചെറുക്കന്റേതിനേക്കാൾ താഴ്ന്ന നിലയിലായിരുന്നു ഞാൻ. 2 കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെട്ട ഒരു പൗരസ്ത്യ സഞ്ചാരിയെ രക്ഷപ്പെടുത്തുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. തന്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണെന്നും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് പാരിതോഷികം നൽകണമെന്നും അദ്ദേഹം ശഠിച്ചു. എനിക്ക് കുടുംബമോ സ്വത്തോ ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം തന്റെ വീട്ടിലേക്കും ഉറ്റവരുടെ അടുത്തേക്കും എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന്റെ സ്വന്തമായി അവർ എന്നെ സ്വീകരിച്ചു. ഞാൻ എന്റെ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെട്ടതിനു ശേഷം ഒരു ദിവസം അദ്ദേഹം ഈ പെട്ടി എനിക്കു പരിചയപ്പെടുത്തി. ഓരോന്നിലും സംഖ്യ രേഖപ്പെടുത്തിയ 10 ചുരുളുകളാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. പഠനരഹസ്യമായിരുന്നു ഒന്നാമത്തെ ചുരുളിന്റെ ഉള്ളടക്കം. മറ്റു ചുരുളുകളിൽ രേഖപ്പെടുത്തിയിരുന്നത്
വ്യാപാരകലയിൽ വൻ വിജയം വരിക്കുന്നതിനാവശ്യമായ എല്ലാ രഹസ്യങ്ങളും തത്വങ്ങളുമായിരുന്നു. അടുത്ത വർഷം ഓരോ ദിവസവും ചുരുളുകളിലുള്ള വിജ്ഞാന വചസ്സുകൾ അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി. ആദ്യത്തെ ചുരുളിൽ നിന്ന് പഠിച്ച രഹസ്യത്തിന്റെ ഫലമായി ഓരോ ചുരുളിലെയും ഓരോ വാക്കും എനിക്ക് ഹൃദിസ്ഥമായി. താമസിയാതെ അവയെല്ലാം എന്റെ ചിന്താരീതിയുടെയും ജീവിതത്തിന്റെയും ഭാഗമായി. അവ എന്റെ സ്വഭാവമായി തീർന്നു. ഒടുവിൽ 10 ചുരുളുകളും മുദ്രവച്ച ഒരു കത്തും 50 സ്വർണ്ണ നാണയങ്ങളുള്ള ഒരു സഞ്ചിയും ഉൾക്കൊള്ളുന്ന ഈ പെട്ടി അദ്ദേഹം എനിക്ക് സമ്മാനിച്ചു. എന്നെ ദത്തെടുത്ത ആ കുടുംബം ദൃഷ്ടിയിൽ നിന്നും മറയുന്നതുവരെ ഞാൻ ആ കത്ത് തുറക്കാൻ പാടില്ലായിരുന്നു. ആ കുടുംബത്തോട് വിട ചൊല്ലി യാത്രയാരംഭിച്ച ഞാൻ പൽമീറായിലേക്കുള്ള വാണിജ്യവീഥിയിലെത്തുന്നതുവരെ അത് തുറന്നില്ല. സ്വർണ്ണ നാണയങ്ങൾ സ്വന്തമായെടുക്കുക, ചുരുളുകൾ നൽകുന്ന അറിവ് പ്രായോഗികമാക്കുക, ഒരു പുത്തൻ ജീവിതം തുടങ്ങുക എന്നീ കൽപ്പനകളാണ് കത്തിലുണ്ടായിരുന്നത്. കൂടാതെ ഉള്ള സമ്പത്തിന്റെ പകുതി ഹതഭാഗ്യർക്കുവേണ്ടി ചിലവഴിക്കണമെന്ന് കത്ത് പ്രത്യേകം അനുശാസിച്ചിരുന്നു. ഈ ചുരുളുകൾ അടുത്തതായി ഏറ്റുവാങ്ങാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനെ തിരിച്ചറിയാനുള്ള ഒരു അടയാളം ലഭിക്കുന്നതുവരെ ഈ ചുരുളുകൾ ആർക്കെങ്കിലും കൊടുക്കുവാനോ ആരെങ്കിലുമായി പങ്കിടുവാനോ പാടില്ലെന്നും കത്തിൽ വ്യവസ്ഥ ചെയ്തിരുന്നു. ഹാഫിദ് തലകുലുക്കി പറഞ്ഞു, "എനിക്കു മനസ്സിലാകുന്നില്ല യജമാനനെ." ഞാൻ വിശദീകരിക്കാം. അടയാളവുമായെത്തുന്ന അവകാശിക്കുവേണ്ടി കുറേ വർഷങ്ങളായി ഞാൻ ജാഗ്രത പുലർത്തിക്കഴിയുന്നു. അതിനിടയിൽ ചുരുളുകൾ പകർന്ന അറിവ് ജീവിതത്തിൽ പ്രയോഗിച്ച് ഞാൻ വലിയ സമ്പത്ത് സ്വന്തമാക്കി. നിന്റെ ബത്ലഹേം യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ഞാൻ കരുതിയിരുന്നത് എന്റെ മരണത്തിനു മുൻപ് അത്തരം ഒരാൾ പ്രത്യക്ഷപ്പെടാൻ ഇടയില്ലെന്നത്രേ. ബത്ലഹേം മുതൽ നിന്നെ അനുഗമിച്ച തിളങ്ങുന്ന താരത്തിനു താഴെ നിന്നെ കണ്ടപ്പോഴാണ് നീയായിരിക്കും ആ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന ആദ്യത്തെ സൂചന എനിക്ക് ലഭിച്ചത്. ഈ സംഭവത്തിന്റെ അർത്ഥമറിയാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ ശ്രമിച്ചു. ദൈവിക പ്രവൃത്തികളെ വെല്ലുവിളിക്കാതെ അവയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നവനാണ് ഞാൻ. നിനക്ക് ഏറെ വിലപ്പെട്ട ആ മേൽവസ്ത്രം നീ ഉപേക്ഷിച്ചുവെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃത്തടത്തിൽ എന്തോ സംസാരിക്കുകയും എന്റെ ചിരകാലാന്വേഷണം പൂർത്തിയായെന്ന് എന്നോട് പറയുകയുമുണ്ടായി. ഈ പെട്ടി ഇനി സ്വീകരിക്കാനുള്ള അഭിഷിക്തനെ ഞാൻ കണ്ടെത്തിക്കഴിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, യഥാർത്ഥ സ്വീകർത്താവിനെ തിരിച്ചറിഞ്ഞ മാത്രയിൽ എന്റെ ശക്തി സാവധാനത്തിൽ അപ്രത്യക്ഷമാകാൻ തുടങ്ങി. ഞാൻ എന്റെ അന്ത്യത്തോടടുത്തു കഴിഞ്ഞു. ഇതോടെ എന്റെ സുദീർഘമായ അന്വേഷണം അവസാനിക്കുകയാണ്. ഇനി എനിക്ക് ഈ ലോകത്തോട് സമാധാനത്തിൽ വിട പറയാം. ആ വയസ്സന്റെ ശബ്ദം നേർത്തതായി. എങ്കിലും തന്റെ കൈ ചുരുട്ടി മുറുക്കിപ്പിടിച്ച് അദ്ദേഹം ഹാഫിദിന്റെ അടുത്തേക്ക് കൂടുതൽ ചരിഞ്ഞു പറഞ്ഞു, "എന്റെ മകനെ, അടുത്തിരുന്നു ശ്രദ്ധിക്കുക. കാരണം ഈ വാക്കുകൾ ആവർത്തിക്കാൻ എനിക്ക് ഇനി ശക്തിയുണ്ടാകില്ല." തന്റെ യജമാനന്റെ അടുത്തേക്ക് കൂടുതൽ നീങ്ങിയിരുന്നപ്പോൾ ഹാഫിദിന്റെ മിഴികൾ ഈറനണിഞ്ഞു. അവർ പരസ്പരം കൈകൾ കൂട്ടിപ്പിടിച്ചു. മഹാനായ വ്യാപാരി വളരെ വിഷമിച്ചാണ് ശ്വാസമെടുത്തിരുന്നത്. "ഞാൻ ഇപ്പോൾ ഈ പെട്ടിയും ഇതിലെ ഉള്ളടക്കവും നിനക്ക് കൈമാറുന്നു. ഇതിനകത്തുള്ള സഞ്ചിയിൽ 100 സ്വർണ്ണനാണയങ്ങളുണ്ട്. മാന്യമായി ജീവിക്കാനും കുറച്ച് കമ്പിളിവിരി വാങ്ങി വ്യാപാരലോകത്ത് പ്രവേശിക്കാനും ഇത് നിന്നെ കഴിവുറ്റവനാക്കും. വേണമെങ്കിൽ എനിക്ക് ധാരാളം സമ്പത്ത് നിന്നിൽ വർഷിക്കാം. പക്ഷേ അതു നിനക്ക് ഒരു ഭയങ്കര ദ്രോഹമായിരിക്കും. കൂടുതൽ നന്നായിരിക്കുക. നീ സ്വന്തം പരിശ്രമത്താൽ ലോകത്തിലെ ഏറ്റവും ധനാഢ്യനും ഏറ്റവും വലിയ കച്ചവടക്കാരനുമായി തീരുക എന്നതാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ നിന്റെ ലക്ഷ്യം വിസ്മരിച്ചിട്ടില്ലെന്ന്. എത്രയും വേഗം ഈ നഗരം വിട്ട് ഡമാസ്കസിലേക്ക് പോവുക. ചുരുളുകൾ പഠിപ്പിക്കുന്നത് പ്രാവർത്തികമാക്കാൻ ധാരാളം സന്ദർഭങ്ങൾ നീ അവിടെ കണ്ടെത്തും. അവിടെ നിന്റെ താമസ സൗകര്യങ്ങളെല്ലാം സുരക്ഷിതമായി കഴിഞ്ഞാൽ 1 എന്ന് അടയാളപ്പെടുത്തിയ ചുരുൾ നീ തുറക്കണം. ആ ചുരുളിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യരീതി പൂർണ്ണമായും ഗ്രഹിക്കുന്നതുവരെ പലതവണ നീ അത് വായിക്കണം. വിജയകരമായി വിൽപ്പന നടത്തുന്നതിനെപ്പറ്റി
മറ്റു ചുരുളുകളിലുള്ള തത്വങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതിന് നിന്നെ സഹായിക്കുക ഈ രഹസ്യരീതിയാണ്. ഓരോ ചുരുളിന്റെയും സന്ദേശം ഹൃദ്യസ്ഥമാക്കുന്നതോടൊപ്പം നീ വാങ്ങിയ കമ്പിളിവിരികൾ വിറ്റഴിക്കേണ്ടതാണ്. ചുരുളിൽ നിന്ന് കിട്ടുന്ന അറിവും ജീവിതം നൽകുന്ന അനുഭവവും സംയോജിപ്പിക്കുകയും ഓരോ ചുരുളും പഠിക്കുന്നത് തുടരുകയും ചെയ്താൽ നീ വിറ്റഴിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിക്കും. ഒന്നാം ചുരുളിലുള്ള നിർദ്ദേശങ്ങൾ നീ നിശ്ചയമായും പാലിക്കണമെന്നാണ് എന്റെ ആദ്യ വ്യവസ്ഥ. നിനക്ക് സമ്മതമാണോ? അതെ യജമാനനെ. കൊള്ളാം, കൊള്ളാം. ഈ തത്വങ്ങളെല്ലാം പ്രവൃത്തിപഥത്തിലാകുമ്പോൾ നീ സ്വപ്നം കണ്ടിരുന്നതിനേക്കാൾ വലിയ ധനികനായി നീ വളരും. എന്റെ രണ്ടാമത്തെ വ്യവസ്ഥ, നീ സമ്പാദിക്കുന്നതിന്റെ പകുതി ഭാഗ്യഹീനരായവർക്ക് സ്ഥിരമായി ഭാഗിച്ചു നൽകണം. ഈ വ്യവസ്ഥയിൽ നിന്ന് ഒരിക്കലും വ്യതിചലനം പാടില്ല. നീ സമ്മതിക്കുമോ? ഉവ്വ് യജമാനനെ. ഇനി സർവപ്രധാനമായ വ്യവസ്ഥ പറയാം. ഈ ചുരുളുകളോ ഇവയിലുള്ള വിജ്ഞാനമോ നീ ഒരിക്കലും മറ്റാരോടും പങ്കുവയ്ക്കരുത്. നക്ഷത്രവും നിസ്വാർത്ഥ പ്രവൃത്തികളും നിന്നെ തിരിച്ചറിയാൻ എനിക്ക് അടയാളങ്ങളായിരുന്നതുപോലെ ഒരു ദിവസം നിനക്ക് അടയാളം തരുന്നതിന് ഒരുവൻ പ്രത്യക്ഷപ്പെടും. ഇത് സംഭവിക്കുമ്പോൾ നീ ഈ അടയാളം തിരിച്ചറിയും. അത് കൊണ്ടുവരുന്നവൻ താനാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് അറിയണമെന്നില്ല. നീ തിരിച്ചറിഞ്ഞത് ശരിയായ വ്യക്തിയാണെന്ന് നിന്റെ ഹൃദയം ഉറപ്പു നൽകുന്ന പക്ഷം ഈ പെട്ടിയും അതിലെ ഉള്ളടക്കങ്ങളും നീ അവന് അല്ലെങ്കിൽ അവൾക്ക് കൈമാറണം. ഈ പെട്ടി ഏറ്റുവാങ്ങുമ്പോൾ ഞാനും നീയും യാതാനം വ്യവസ്ഥകൾക്ക് വിധേയരായി. എന്നാൽ നിന്നിൽ നിന്ന് അത് ഏറ്റെടുക്കുന്ന വ്യക്തിയിൽ ഒരു വ്യവസ്ഥയും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. വളരെക്കാലം മുൻപ് എനിക്ക് ലഭിച്ച കത്തുപ്രകാരം ഈ പെട്ടി മൂന്നാമതായി കൈവരുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് താൽപ്പര്യമാണെങ്കിൽ അതിലെ ഉള്ളടക്കം വെളിപ്പെടുത്താൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും. ഈ മൂന്നാമത്തെ വ്യവസ്ഥ നടപ്പിൽ വരുത്തുമെന്ന് നിനക്ക് വാഗ്ദാനം ചെയ്യാമോ? തീർച്ചയായും ഞാനത് ചെയ്യും. പത്രോസ് വലിയൊരു ഭാരം തന്റെ ശരീരത്തിൽ നിന്ന് നീങ്ങിക്കിട്ടിയാലെന്ന പോലെ ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. പരിക്ഷീണനാണെങ്കിലും അദ്ദേഹം ചിരിച്ചു. തന്റെ ശോഷിച്ച കൈകളാൽ ഹാഫിദിന്റെ മുഖം വലയം ചെയ്തു. ഈ പെട്ടി സ്വീകരിച്ച് സ്ഥലം വിടുക. ഞാൻ നിന്നെ ഇനി കാണുകയില്ല. എന്റെ സ്നേഹത്തോടും വിജയാശംസകളോടും കൂടി നീ പോവുക. ഭാവി നിനക്ക് സമ്മാനിക്കാനിരിക്കുന്ന സമസ്ത സന്തോഷവും നിന്റെ ലിഷായോടൊത്തു പങ്കിട്ടനുഭവിക്കാൻ നിനക്കു സാധിക്കട്ടെ. പത്രോസിൽ നിന്ന് പെട്ടി വാങ്ങി അതും കൊണ്ട് തുറന്നു കിടന്നിരുന്ന മുറിയുടെ വാതിലിലൂടെ പുറത്തു കടന്നപ്പോൾ ഹാഫിദിന്റെ കവിൾത്തടങ്ങളിൽ നിന്ന് കണ്ണുനീർ നിർലജ്ജം ഉരുണ്ടിറങ്ങി. അദ്ദേഹം പുറത്തു കുറച്ചു സമയം നിന്നു. പെട്ടി നിലത്തുവെച്ച് തന്റെ ഗുരുവിന്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹം ആത്മഗതം ചെയ്തു. വിജയം വരിക്കാനുള്ള എന്റെ തീരുമാനം വേണ്ടത്ര ദൃഢതരമാണെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്നിലാക്കുകയില്ല. വയോധികൻ മങ്ങിയ മട്ടിൽ മന്ദഹസിക്കുകയും തലയാട്ടുകയും ചെയ്തു. അനന്തരം തന്റെ കരം ഉയർത്തി ഹാഫിദിന് യാത്രാമംഗളങ്ങളേകി. അദ്ദേഹം നിദ്രവിട്ടുണർന്നതിനു മുൻപേ സുപ്രഭാതം സമാഗതമായി. കളകൂജനം കേട്ടുകൊണ്ടാണ് കണ്ണു തുറന്നതുതന്നെ. കട്ടിലിൽ എഴുന്നേറ്റിരിക്കുമ്പോൾ ഒരു കുരുവി ചുരുളുകൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയുടെ തുറന്ന മൂടിയിൽ വന്നിരുന്നത് കണ്ട് അദ്ദേഹം അവിശ്വസനീയമായി അതിനെ ശ്രദ്ധിച്ചു നോക്കി. അദ്ദേഹം കൗതുകത്തോടെ ജനവാതിലിനരികിലേക്കോടി. പുറത്തുള്ള അത്തി, സിക്കമൂർ മരങ്ങളിൽ ആയിരക്കണക്കിന് കുരുവികൾ കൂട്ടം കൂടി പാട്ടുപാടി പ്രഭാതത്തെ വരവേൽക്കുകയായിരുന്നു. അവയിൽ ചിലത് ഹാഫിദിന്റെ ജനവാതിൽ തട്ടിൽ വന്നിരുന്നു. എന്നാൽ അദ്ദേഹം അനങ്ങുമ്പോഴേക്കും അവയെല്ലാം പറന്നുപോയി. അവിടെ നിന്ന് തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ നോട്ടം വീണ്ടും പെട്ടിയിൽ പതിഞ്ഞു. ആ പറക്കും അതിഥിയാകട്ടെ അവിടെ തന്നെ ഇരുന്ന് തന്റെ തല നിവർത്തിപ്പിടിച്ച് ഈ യുവാവിനെ ഉറ്റുനോക്കി. ഹാഫിദ് സാവധാനത്തിൽ പെട്ടിയുടെ സമീപം ചെന്ന് തന്റെ കൈ നീട്ടി. കുരുവിയാകട്ടെ മടിയോ പേടിയോ കൂടാതെ അദ്ദേഹത്തിന്റെ കൈപ്പത്തിയിൽ ചാടിക്കയറി. നിന്നെപ്പോലുള്ള ആയിരങ്ങൾ ഇപ്പോൾ ഭീരുക്കളായി പുറത്തുണ്ട്. നിനക്കു മാത്രം ജനവാതിലിലൂടെ അകത്തുവരാൻ ധൈര്യമുണ്ടായി. കുരുവി ഹാഫിദിന്റെ കൈയിലെ തൊലി
കൊത്തിപ്പെറുക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം അതിനെ എടുത്ത് മേശയുടെ അടുത്തു കൊണ്ടുപോയി. അവിടെ ഒരു ഭാണ്ഡത്തിൽ അപ്പവും പാൽക്കട്ടിയും ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്പക്കഷണം പൊട്ടിച്ച് മുന്നിലേക്കിട്ട പാടെ ആ കുഞ്ഞു സുഹൃത്ത് അത് തിന്നാൻ തുടങ്ങി. ഒരു പ്രത്യേക ചിന്ത ഹാഫിദിന്റെ മനസ്സിലുദിച്ചു. അദ്ദേഹം ജനവാതിൽക്കൽ തിരിച്ചെത്തി. അതിന്റെ തട്ടിലുള്ള വിടവുകളിൽ അദ്ദേഹം തന്റെ കൈ കൂട്ടി ഉരസി. കുരുവിക്ക് അകത്തു കടക്കാൻ കഴിയാത്ത വിധം അത്രയും ഇടുങ്ങിയതായിരുന്നു ഓരോ വിടവും. അന്നേരം അദ്ദേഹം പത്രോസിന്റെ ശബ്ദം ഓർക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉച്ചത്തിൽ ആവർത്തിക്കുകയും ചെയ്തു. വിജയം വരിക്കാനുള്ള തീരുമാനം വേണ്ടത്ര ദൃഢതരമാണെങ്കിൽ ഒരു പരാജയവും നിങ്ങളെ പിന്നിലാക്കുകയില്ല. അദ്ദേഹം പെട്ടിയുടെ അടുത്തേക്ക് തിരിച്ചു ചെന്ന് അതിനുള്ളിൽ കൈയിട്ടു. ഒരു ചുരുൾ മറ്റുള്ളവയേക്കാൾ കൂടുതൽ പഴകിയതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം അത് പെട്ടിയിൽ നിന്നും പുറത്തെടുത്ത് മൃദുവായി നിവർത്തി. തൽക്ഷണം അതുവരെ ഉണ്ടായിരുന്ന ഭീതി അദ്ദേഹത്തെ വിട്ടുപോയി. എന്നിട്ട് അദ്ദേഹം കുരുവിക്ക് നേരെ നോക്കി. അതും ഇതിനകം അപ്രത്യക്ഷമായിരുന്നു. ധൈര്യശാലിയായ പക്ഷിയുടെ സന്ദർശനത്തിന്റെ തെളിവുകളായ അപ്പം, പാൽക്കട്ടി കഷണങ്ങൾ മാത്രം അവിടെ അവശേഷിച്ചു. ഹാഫിദ് ആ ചുരുളുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചു. ഇപ്രകാരമായിരുന്നു അതിന്റെ ശീർഷകം: ഒന്നു രേഖപ്പെടുത്തിയ ചുരുൾ. അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി. തുകൽ ചുരുളുകളിൽ ഒളിപ്പിച്ചുവെച്ച വിജയരഹസ്യങ്ങൾ അറിയുവാൻ തുടിക്കുന്ന ഹൃദയത്തോടെ ഓരോ ചുരുളായി ഹാഫിദ് വായന തുടങ്ങി. ഒന്നാമത്തെ ചുരുളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗതകാലങ്ങളിൽ പരാജയത്തെ വേദനയ്ക്ക് സമമായി ഞാൻ സ്വീകരിച്ചു. ഇപ്പോൾ ഞാൻ പരാജയത്തെ പരിത്യജിക്കുന്നു. നിഴലുകളെ വിട്ട് ഏറ്റവും അതിരുകവിഞ്ഞ സ്വപ്നങ്ങളിൽ ഉള്ളതിലധികം ധനവും സ്ഥാനമഹിമയും ആനന്ദവും നൽകുന്ന സൂര്യപ്രകാശത്തിലേക്ക് എന്നെ നയിക്കുന്ന വിജ്ഞാനത്തിനും തത്വങ്ങൾക്കും ഞാനിതാ സന്നദ്ധനായി കഴിഞ്ഞു. ഹെസ്പിരദസിന്റെ തോട്ടത്തിലെ സുവർണ ആപ്പിൾ പഴങ്ങൾ പോലും എന്റെ ന്യായമായ പാരിതോഷികത്തേക്കാൾ വിലയുള്ളതല്ല എന്ന് കരുതപ്പെടുന്നതുവരെ ഇങ്ങനെ തുടരും. അനവരതകാലം ജീവിക്കുന്നവനെ കാലം എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നു. പക്ഷേ നിത്യതയുടെ ആഡംബരം എനിക്കില്ല. എന്നിരുന്നാലും എനിക്ക് അനുവദനീയമായ സമയത്ത് ഞാൻ ക്ഷമയുടെ കഥ അഭ്യസിക്കും. എന്തെന്നാൽ പ്രകൃതി ഒരിക്കലും തിടുക്കത്തിൽ പ്രവർത്തിക്കുന്നില്ല. മരങ്ങളുടെ മന്നവനായ ഒലിവ് ആ നിലയിലെത്തുന്നതിന് 100 കൊല്ലം ആവശ്യമാണ്. എന്നാൽ ഒരു ഉള്ളിച്ചെടിയാകട്ടെ പരിപക്വമാകുവാൻ 9 ആഴ്ച മതി. ഞാൻ ഇന്നോളം ജീവിച്ചത് ഉള്ളിച്ചെടിയെപ്പോലെയാണ്. അത് എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല. ഇനി എനിക്ക് ഒലിവ് മരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുതായി തീരണം. അതായത് ഏറ്റവും വലിയ കച്ചവടക്കാരനായി മാറണം. ഇത് എങ്ങനെയാണ് നേടിയെടുക്കുവാൻ സാധിക്കുക? കാരണം മഹത്വം കൈവരിച്ചതിൻ്റെ അറിവോ അനുഭവമോ ഇതുവരെ എനിക്കില്ല. ഇതിനകം ഞാൻ അജ്ഞതയിൽ തപ്പിത്തടയുകയും ആത്മനിന്ദയുടെ നീർക്കയങ്ങളിൽ നിപതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരം ലളിതമാണ്. അനാവശ്യമായ അറിവിൻ്റെ ഋണഭാരമോ അർത്ഥരഹിതമായ അനുഭവമാകുന്ന വൈകല്യമോ കൂടാതെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങും. പ്രകൃതി ഇതിനോടകം ഏതു കാട്ടുജന്തുവിനുള്ളതിനേക്കാളും കൂടുതൽ അറിവും അഭിരുചിയും എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പലപ്പോഴും ബുദ്ധിപൂർവം തലയാട്ടുകയും വിവേകശൂന്യമായി സംസാരിക്കുകയും ചെയ്യുന്ന വൃദ്ധജനങ്ങളാൽ അധികം വിലമതിക്കപ്പെട്ടിട്ടുള്ളതാണ് അനുഭവത്തിൻ്റെ മൂല്യം. സത്യത്തിൽ അനുഭവം സമഗ്രമായി പഠിപ്പിക്കുന്നു. പക്ഷേ അവളുടെ ബോധന പദ്ധതി മനുഷ്യരുടെ ഒട്ടേറെ വർഷങ്ങൾ അപഹരിക്കുന്നതാണ്. അവളുടെ സവിശേഷ ജ്ഞാനം ആർജിക്കുന്നതിനാവശ്യമായ സമയത്തോടൊപ്പം അവളുടെ പാഠങ്ങളുടെ മൂല്യം ഇടിയുന്നു. കാലതാമസത്താൽ ലക്ഷ്യം ഉപയോഗശൂന്യമായി മരണത്തിൽ കലാശിക്കുന്നതായി കാണാം. കൂടാതെ അനുഭവത്തെ പരിഷ്കാരത്തോട് സാദൃശ്യപ്പെടുത്താവുന്നതാണ്. ഇന്ന് വിജയകമാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രവൃത്തി നാളെ അസാധ്യവും
അപ്രായോഗികവുമായി തീർന്നേക്കാം. തത്വങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ തത്വങ്ങളാണ് ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത്. കാരണം എന്നെ മഹത്വത്തിലേക്ക് നയിക്കുന്ന നിയമങ്ങൾ ഈ ചുരുളുകളിലെ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. വിജയം വരിക്കുന്നതിനേക്കാൾ പരാജയത്തെ പ്രതിരോധിക്കുക എന്നതാണ് അവ കൂടുതലായി എന്നെ പഠിപ്പിക്കുക. കാരണം മനസ്സിൻ്റെ ഒരവസ്ഥ എന്നതിൽ കൂടുതൽ എന്താണ് ഈ വിജയം? 1000 വിവേകികളുടെ ഇടയിൽ ഏതെങ്കിലും 2 പേർ വിജയത്തെ ഒരേ വാക്കുകളിൽ നിർവചിക്കുമോ? പരാജയമാകട്ടെ ഒറ്റ രീതിയിൽ മാത്രമാണ് വിശദീകരിക്കപ്പെടുന്നത്. തൻ്റെ ജീവിത ലക്ഷ്യങ്ങളെ, അവ എന്തുതന്നെയായാലും പ്രാപിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവുകേടാണ് പരാജയം. യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവരും വിജയം വരിച്ചവരും തമ്മിലുള്ള ഏക വ്യത്യാസം അവരുടെ സ്വഭാവത്തിലാണ്. എല്ലാ വിജയത്തിൻ്റെയും താക്കോൽ നല്ല പെരുമാറ്റമാണ്. പരാജയത്തിലേക്ക് മലർക്കെ തുറന്നിരിക്കുന്ന വാതിലാണ് ദുശ്ശീലങ്ങൾ. അതുകൊണ്ട് ഞാൻ അനുസരിക്കുവാൻ ഉദ്ദേശിക്കുന്ന നിയമങ്ങളിൽ മറ്റുള്ളവയ്ക്ക് മുന്നോടിയായ ആദ്യത്തേത് ഇതാണ്. ഞാൻ നല്ല ശീലങ്ങൾ എന്നിൽ രൂപപ്പെടുത്തുകയും അവയുടെ അടിമയായി തീരുകയും ചെയ്യും. ശിശുവായിരുന്നപ്പോൾ ഞാൻ ജന്മവാസനകളുടെ അടിമയായിരുന്നു. ഇപ്പോൾ ഞാൻ മറ്റെല്ലാ മുതിർന്നവരെയും പോലെ ശീലങ്ങളുടെ അടിമയാണ്. വർഷങ്ങളായി എന്നിൽ സംഭരിച്ചിട്ടുള്ള ശീലങ്ങൾക്ക് ഞാൻ എൻ്റെ ഇച്ഛാശക്തിയെ കീഴ്പ്പെടുത്തി. എൻ്റെ മുൻകാല ചെയ്തികൾ ഇതിനകം എൻ്റെ ഭാവിയെ തടവിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു പാദമുദ്രിതമാക്കിയിരിക്കുന്നു. എൻ്റെ പ്രവൃത്തികളെ നിശ്ചയിക്കുന്നത് വിശപ്പ്, ആസക്തി, മുൻവിധി, ആർത്തി, സ്നേഹം, ഭയം, പരിസ്ഥിതി, ശീലം മുതലായവയാണ്. ഇവയിൽ ഏറ്റവും മോശമായ ഏകാധിപതി ശീലം തന്നെ. ആകയാൽ ഏതെങ്കിലും ശീലത്തിൻ്റെ അടിമയാകാതിരിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാൻ നല്ല ശീലങ്ങളുടെ അടിമയായിക്കൊള്ളട്ടെ. എൻ്റെ ചീത്ത ശീലങ്ങൾ നശിപ്പിക്കപ്പെടണം. പുതിയ ഉഴവുചാലുകൾ നല്ല വിത്തിനായി സജ്ജമാക്കപ്പെടുകയും വേണം. ഞാൻ എന്നിൽ നല്ല ശീലങ്ങൾ രൂപപ്പെടുത്തി അവയുടെ അടിമയായിത്തീരും. 2ാമത്തെ ചുരുളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് എൻ്റെ പഴയ തൊലി പൊടി പോലെയായിരിക്കുന്നു. ഞാൻ മനുഷ്യരുടെ മധ്യേ നീണ്ടു നിവർന്നു നടക്കും. അവർ എന്നെ തിരിച്ചറിയുകയില്ല. കാരണം ഇന്നു മുതൽ ഞാൻ പുതുജന്മമെടുത്ത ഒരു പുത്തൻ മനുഷ്യനാണ്. ഞാൻ ഈ ദിവസത്തെ ഹൃദയംഗമമായ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യും. എന്തെന്നാൽ ഇതാണ് എല്ലാ സാഹസിക സംരംഭങ്ങളുടെയും അതിമഹത്തായ വിജയരഹസ്യം. ബലിഷ്ഠപേശിക്ക് പരിചയെ പിളർത്താൻ പറ്റും, ജീവനെ നശിപ്പിക്കാനും കഴിയും. എന്നാൽ സ്നേഹത്തിൻ്റെ അദൃശ്യ ശക്തിക്ക് മാത്രമേ മനുഷ്യഹൃദയങ്ങൾ തുറക്കാൻ കഴിയൂ. ഈ കലയിൽ നിപുണനാകുന്നതുവരെ ഞാൻ ചന്തസ്ഥലത്തെ വെറും ഒരു ചില്ലറ വിൽപ്പനക്കാരനേക്കാൾ വലിയവനായിരിക്കില്ല. ഞാൻ സ്നേഹത്തെ എൻ്റെ ഏറ്റവും വലിയ ആയുധമാക്കും. അതിൻ്റെ ശക്തിയോട് എതിരിടാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ വാദഗതിയെ അവർ ഖണ്ഡിച്ചേക്കാം. എൻ്റെ സംഭാഷണത്തെ അവർ അവിശ്വസിച്ചേക്കാം. എൻ്റെ വസ്ത്രധാരണത്തോട് അവർ വിയോജിപ്പ് പ്രകടിപ്പിച്ചേക്കാം. എൻ്റെ മുഖം അവർ അവഗണിച്ചേക്കാം. എൻ്റെ ക്രയവിക്രയങ്ങൾ അവരിൽ സംശയം ഉണർത്തിയേക്കാം. എന്നാൽ എൻ്റെ സ്നേഹം സൂര്യരശ്മികൾ ഏറ്റവും തണുത്തുറഞ്ഞ കളിമണ്ണിനെ പോലും മാർദ്ദവപ്പെടുത്തുന്നത് പോലെ എല്ലാ ഹൃദയങ്ങളെയും ആർജവമുള്ളതാക്കും. ഞാൻ ഈ ദിവസത്തെ ഹൃദയംഗമമായ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യും. ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുക? ഇന്നു മുതൽ എല്ലാറ്റിനെയും ഞാൻ സ്നേഹപുരസരം കടാക്ഷിക്കും. അപ്പോൾ ഞാൻ നവജാതനായിത്തീരും. ഞാൻ സൂര്യനെ സ്നേഹിക്കും. അതാണല്ലോ എൻ്റെ എല്ലുകൾക്ക് ചൂട് പകരുന്നത്. ഞാൻ മഴയെ സ്നേഹിക്കും, കാരണം അതെൻ്റെ ആത്മാവിനെ കഴുകുന്നു. ഞാൻ പ്രകാശത്തെ സ്നേഹിക്കും, കാരണം അതെനിക്ക് മാർഗദർശനമരുളുന്നു. ഞാൻ
അന്ധകാരത്തെ സ്നേഹിക്കും, കാരണം അതെനിക്ക് നക്ഷത്രങ്ങളെ കാണിച്ചു തരുന്നു. ഞാൻ ആനന്ദത്തെ സ്വാഗതം ചെയ്യും, കാരണം അതെന്റെ ഹൃദയത്തെ വിശാലമാക്കുന്നു. ഞാൻ സങ്കടം സഹിക്കും, കാരണം അതെന്റെ ആത്മാവിന് തുറവി നൽകുന്നു. ഞാൻ മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരങ്ങൾ ഏറ്റുപറയും, കാരണം അത് എന്റെ കടമയാണ്. പ്രതിസന്ധികളെയും ഞാൻ സ്വാഗതം ചെയ്യും, കാരണം അവ എന്റെ വെല്ലുവിളിയാണ്. ഞാൻ ഈ ദിവസത്തെ ഹൃദയംഗമമായ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യും. ഇനി ഞാൻ എങ്ങനെയാണ് സംസാരിക്കുക? ഞാൻ എൻ്റെ ശത്രുക്കളെ പ്രകീർത്തിക്കും, അങ്ങനെ അവർ എൻ്റെ മിത്രങ്ങളായിത്തീരും. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പ്രോത്സാഹിപ്പിക്കും, അപ്പോൾ അവർ എൻ്റെ സഹോദരങ്ങളായിത്തീരും. ഞാൻ എപ്പോഴും മറ്റുള്ളവരെ അനുമോദിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തും, എന്നാൽ പരദൂഷണത്തിനുള്ള ഒഴികഴിവുകൾ ചികഞ്ഞു നോക്കുകയില്ല. മറ്റുള്ളവരെ വിമർശിക്കാൻ പ്രലോഭിതനാകുമ്പോൾ ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കും. അവരെ പ്രശംസിക്കേണ്ട സന്ദർഭങ്ങളിൽ ഞാൻ പുരമുകളിൽ നിന്ന് ആർത്തു വിളിക്കും. കിളികളും കാറ്റും കടലും പ്രകൃതി മുഴുവനും സൃഷ്ടാവിൻ്റെ അവദാനങ്ങൾ പാടി സ്തുതിക്കുന്നില്ലേ? അതുപോലെ സംഗീതാത്മകമായി അവൻ്റെ മക്കളോട് സംസാരിക്കാൻ എനിക്കു കഴിയില്ലേ? ഇന്നു മുതൽ ഈ രഹസ്യം ഞാൻ അനുസ്മരിക്കുകയും അത് എൻ്റെ ജീവിതത്തെ നവീകരിക്കുകയും ചെയ്യും. ഞാൻ ഈ ദിവസത്തെ ഹൃദയംഗമമായ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യും. അടുത്തതായി ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഞാൻ എല്ലാത്തരം മനുഷ്യരെയും സ്നേഹിക്കുന്നതാണ്, കാരണം ഓരോ വ്യക്തിയിലും അഭിനന്ദനാർഹമായ ഗുണങ്ങളുണ്ട്. ചിലപ്പോഴൊക്കെ അവ മറഞ്ഞിരിക്കുകയാണെങ്കിലും മനുഷ്യർ തങ്ങളുടെ ഹൃദയങ്ങൾക്ക് ചുറ്റും പണി തീർത്ത സംശയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മതിൽ ഞാൻ വലിച്ചു കീറി താഴെയിടും. തൽസ്ഥാനത്ത് എൻ്റെ സ്നേഹം അവരുടെ ആത്മാവുകളിലേക്ക് എത്തിച്ചേരാനുള്ള പാലങ്ങൾ ഞാൻ പണിയും. ഉന്നത അഭിവാഞ്ചയുള്ളവരെ ഞാൻ സ്നേഹിക്കും, കാരണം അവർക്ക് എന്നെ പ്രചോദിപ്പിക്കുവാൻ കഴിയും. അപജയങ്ങളെ ഞാൻ സ്നേഹിക്കും, എന്തെന്നാൽ എന്നെ പഠിപ്പിക്കുവാൻ അവയ്ക്ക് സാധിക്കും. ഞാൻ രാജാക്കന്മാരെ സ്നേഹിക്കും, കാരണം അവരും മനുഷ്യരാണല്ലോ. ഞാൻ ബലഹീനരെയും സ്നേഹിക്കും, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവീകരാണ്. ഞാൻ ധനികരെ സ്നേഹിക്കുന്നു, കാരണം അവർ ഇപ്പോഴും ഏകാകികളായി കഴിയുന്നു. ഞാൻ ദരിദ്രരെ സ്നേഹിക്കും, എന്തെന്നാൽ അവർ ധാരാളം പേരുണ്ട്. യുവജനങ്ങളെ അവർക്ക് സ്വന്തമായുള്ള വിശ്വാസത്തെ പ്രതി ഞാൻ സ്നേഹിക്കുന്നു. വൃദ്ധജനങ്ങളെ അവർ പങ്കുവയ്ക്കുന്ന വിജ്ഞാനത്തെ ഓർത്ത് ഞാൻ സ്നേഹിക്കും. സൗന്ദര്യമുള്ളവരെ അവരുടെ കണ്ണുകളിലെ സങ്കടത്തെ പ്രതി ഞാൻ സ്നേഹിക്കും. വിരൂപരെയാകട്ടെ അവരുടെ ആത്മാവുകളിലെ ശാന്തതയോർത്ത് ഞാൻ സ്നേഹിക്കും. ഞാൻ ഈ ദിവസത്തെ ഹൃദയംഗമമായ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യും. എന്നാൽ മറ്റുള്ളവരുടെ പ്രവൃത്തികളോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുക? സ്നേഹപൂർവം. സ്നേഹം മനുഷ്യഹൃദയങ്ങളെ തുറക്കാനുള്ള ആയുധമായിരിക്കുന്നത് പോലെ വെറുപ്പിൻ്റെ കൂരമ്പുകളെയും വിദ്വേഷത്തിൻ്റെ കുന്തങ്ങളെയും ചെറുക്കാനുള്ള കവചവുമാണത്. സ്നേഹം. ശത്രുതയും നിരുത്സാഹപ്പെടുത്തലും എൻ്റെ പുതിയ സ്നേഹകവചത്തെ ആക്രമിച്ചേക്കും, എന്നാൽ അവ ഏറ്റവും സൗമ്യമായ മഴ പോലെയായിത്തീരും. എൻ്റെ കവചം ചന്തസ്ഥലത്ത് എന്നെ സംരക്ഷിക്കുകയും ഏകാന്തതയിൽ എന്നെ പരിപോഷിപ്പിക്കുകയും ചെയ്യും. നിരാശയുടെ നിമിഷങ്ങളിൽ അത് എന്നെ ഉദ്ധരിക്കുകയും വിജയാഹ്ലാദവേളയിൽ എന്നെ ശമിപ്പിക്കുകയും ചെയ്യും. ഉപയോഗിക്കും തോറും ഈ ആയുധം കൂടുതൽ ശക്തവും രക്ഷാദായകവുമായിത്തീരും. ഒരു ദിവസം ഞാൻ ഇത് വലിച്ചെറിഞ്ഞ് ഭിന്ന സ്വഭാവക്കാരായ മനുഷ്യരുടെ ഇടയിൽ പ്രതിബന്ധങ്ങൾ ഒന്നുമില്ലാതെ നടക്കുന്നത് വരെ ഇങ്ങനെ തുടരും. അവസാനം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ
എൻ്റെ നാമം ജീവിതമാകുന്ന പിരമിഡിന് മുകളിൽ ഉയർത്തപ്പെടുന്നതാണ്. ഞാൻ ഈ ദിവസത്തെ ഹൃദയംഗമമായ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യും. 3 ചുരുളുകളിൽ എഴുതിയ വിജയരഹസ്യങ്ങൾ അയാൾ തുടിക്കുന്ന ഹൃദയത്തോടുകൂടി വായിച്ചു. ഞാൻ വിജയിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. പൗരസ്ത്യ രാജ്യങ്ങളിൽ കാളക്കൂറ്റന്മാരെ മത്സരവേദിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഓരോന്നിനെയും ഗോദായിൽ കൊണ്ടുവരുന്നു. കുന്തം കൊണ്ട് അവയെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാളപ്പോരുകാരനെ ആക്രമിക്കാൻ അവയ്ക്ക് അനുവാദമുണ്ട്. കുന്തത്താലുള്ള കുത്ത് കണക്കാക്കാതെ തന്നെ ഏറ്റവും കൂടുതൽ തവണ അയാൾക്ക് നേരെ ആക്രമണ സന്നദ്ധത പ്രകടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാളയുടെ ധീരത നിർണയിക്കുക. ഇനി മുതൽ ഈ രീതിയിൽ ഓരോ ദിവസവും ജീവിതം എന്നെ പരീക്ഷിക്കുകയാണെന്ന് ഞാൻ തിരിച്ചറിയും. നിർബന്ധ ബുദ്ധിയോടെ നിലനിന്നാൽ, പരിശ്രമം തുടർന്നാൽ, ധീരമായി മുന്നേറുന്നത് നിർത്താതിരുന്നാൽ ഞാൻ വിജയിക്കും. ഞാൻ വിജയം വരിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഞാൻ ഈ ലോകത്ത് ഭൂജാതനായത് പരാജയത്തിനല്ല. എൻ്റെ ഞരമ്പുകളിൽ പരാജയമല്ല സഞ്ചരിക്കുന്നത്. ഇടയനാൽ ഉന്തിത്തള്ളപ്പെടേണ്ടതായ ഒരു കുഞ്ഞാടല്ല ഞാൻ. ഞാൻ ഒരു സിംഹമാണ്. ആടിനോടൊത്ത് സംസാരിക്കാനോ നടക്കാനോ ഉറങ്ങാനോ എനിക്ക് മനസ്സില്ല. വിലപിക്കുകയും പരാതിപ്പെടുകയും ചെയ്യുന്നവർക്ക് ഞാൻ ചെവി കൊടുക്കുകയില്ല. കാരണം അവരുടെ അസുഖം പകരുന്നതാണ്. അവർ പോയി ആടുകളോട് കൂട്ടുചേരട്ടെ. പരാജയത്തിൻ്റെ കശാപ്പുശാലയല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ വിജയം വരിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ജീവിതത്തിൻ്റെ സമ്മാനങ്ങൾ യാത്രാന്ത്യത്തിലാണ്. ഓരോ യാത്രയുടെയും ആരംഭത്തിൻ്റെ അടുത്തല്ല. ലക്ഷ്യത്തിലെത്താൻ എത്ര പടികളാണ് ആവശ്യമുള്ളതെന്നുള്ള അറിവ് എനിക്ക് നൽകപ്പെട്ടിട്ടില്ല. 1000-ാമത്തെ പടിയിൽ പോലും നിനക്ക് പരാജയം നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും അടുത്ത വളവിൻ്റെ പിന്നിലായി വഴിയിൽ വിജയം ഒളിച്ചിരിക്കുന്നുണ്ട്. വളവ് കഴിഞ്ഞിട്ടല്ലാതെ എത്ര അടുത്താണ് വിജയം കിടക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കുകയുമില്ല. ഞാൻ എപ്പോഴും അടുത്ത പടി ചവിട്ടും. അത് നിഷ്പ്രയോജനമായാൽ ഉടനെ അടുത്തത് ചവിട്ടും, വീണ്ടും മറ്റൊന്ന്. അങ്ങനെ സത്യത്തിൽ ഒരു സമയത്ത് ഒരു പടി ചവിട്ടുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ വിജയം വരിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഇന്ന് തുടങ്ങി ഓരോ ദിവസത്തെയും പരിശ്രമത്തെ ഒരുവൻ ഓക്കുമരത്തിനെതിരെ ആഞ്ഞു വെട്ടുന്നത് പോലെയാണ് ഞാൻ കണക്കാക്കുക. ആദ്യത്തെ വെട്ടിന് മരം കുലുങ്ങണമെന്നില്ല. 2-ാമത്തെയും 3-ാമത്തെയും വെട്ടിന് അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഓരോ പ്രഹരവും അതിൽ തന്നെ നിസാരമാണെന്നും ഫലരഹിതമാണെന്നും തോന്നിയേക്കാം. എന്നാൽ ബലഹീനങ്ങളായ പ്രഹരങ്ങളേറ്റ് അവസാനം ഓക്കുമരം നിലംപൊത്തും. ഇതുതന്നെയാണ് എൻ്റെയും ഇന്നത്തെ പ്രവൃത്തികൾ കൊണ്ട് സംഭവിക്കുക. ഞാൻ മലയെ കഴുകുന്ന വെള്ളത്തുള്ളി പോലെയായിരിക്കും. പുലിയെ വിഴുങ്ങുന്ന ഉറുമ്പ്, ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന നക്ഷത്രം. പിരമിഡ് പണിത അടിമ ഒരു സമയത്ത് ഒരു ഇഷ്ടിക എന്ന തോതിൽ ഞാൻ എൻ്റെ കൊട്ടാരം പണിയും. കാരണം എനിക്കറിയാം, ചെറു ശ്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് ഏത് ഉദ്യമവും പൂർത്തിയാവുക എന്ന്. ഞാൻ വിജയം വരിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഞാൻ പരാജയത്തെ ഒരിക്കലും പരിഗണിക്കുകയില്ല. എൻ്റെ നിഘണ്ടുവിൽ നിന്ന് ഇവിടെ ചേർക്കുന്ന ഏതാനും പദപ്രയോഗങ്ങൾ ഞാൻ ഒഴിവാക്കും. ഉപേക്ഷിച്ചു പോവുക, കഴിയില്ല, അശക്തമായ, അസാധ്യമായ, ഒരിക്കലും പറ്റില്ല, അസംഭവ്യമായ, പരാജയം, അപ്രായോഗികമായ, പ്രത്യാശയില്ലാത്ത, പിന്തിരിയൽ. എന്തെന്നാൽ ഇവയെല്ലാം വിഡ്ഢികളുടെ വാക്കുകളാണ്. ഞാൻ നിരാശയെ ഒഴിവാക്കും. എന്നാൽ ഈ മനോരോഗം എന്നെ ബാധിച്ചാൽ ഞാൻ നിരാശയിൽ തന്നെ ജോലി ചെയ്യും. മാർഗതടസ്സങ്ങളെ ഞാൻ അവഗണിക്കും. തലയ്ക്ക് മുകളിലുള്ള ലക്ഷ്യങ്ങളിലായിരിക്കും
എൻ്റെ കണ്ണുകൾ. കാരണം വരണ്ട മരുഭൂമി അവസാനിക്കുന്നിടത്ത് പച്ചപ്പുൽ വളരുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വിജയം വരിക്കുന്നതുവരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഞാൻ പ്രാചീനമായ മധ്യനിലനിർണയ നിയമം അനുസരിക്കും. ഞാൻ ആ നിയമത്തെ എൻ്റെ നന്മയ്ക്ക് അനുകൂലമാക്കും. വിൽപ്പനയിലുള്ള ഓരോ പരാജയവും അടുത്ത ശ്രമത്തിൽ ജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന അറിവിൽ ഞാൻ നിർബന്ധ ബുദ്ധിയോടെ എന്നും നിലനിൽക്കും. ഞാൻ കേൾക്കുന്ന ഓരോ ഇല്ല എന്ന വാക്കും എന്നെ അതെ എന്നതിനോട് കൂടുതൽ അടുപ്പിക്കുന്നു. ഞാൻ നേരിടുന്ന ഓരോ നീരസ പ്രകടനവും ആസന്നമായ പുഞ്ചിരിക്ക് എന്നെ സന്നദ്ധനാക്കുന്നു. ഞാൻ അഭിമുഖീകരിക്കുന്ന ഓരോ ദൗർഭാഗ്യത്തിലും നാളത്തെ സൗഭാഗ്യത്തിൻ്റെ വിത്തുണ്ട്. രാത്രി ഉണ്ടെങ്കിലല്ലേ പകലിനെ ആസ്വദിക്കാനാവൂ. ഒരു പ്രാവശ്യം ജയിക്കാനായി ഞാൻ പല തവണ തോൽക്കണം. ഞാൻ വിജയം വരിക്കുന്നതുവരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഞാൻ ശ്രമിക്കും, വീണ്ടും ശ്രമിക്കും. പ്രതിബന്ധങ്ങളെ ലക്ഷ്യത്തിലേക്കുള്ള വളഞ്ഞ വഴിയായും ജീവിതവൃത്തിയോടുള്ള വെല്ലുവിളിയായും ഞാൻ കണക്കാക്കും. പ്രക്ഷുബ്ധമായ കടൽ തിരകളോട് മല്ലിടാൻ പഠിക്കുന്ന നാവികനെപ്പോലെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചുനിന്ന് ഞാൻ എൻ്റെ കഴിവുകളെ വളർത്തിയെടുക്കും. ഞാൻ വിജയം വരിക്കുന്നതുവരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഇനി അങ്ങോട്ട് എൻ്റെ തൊഴിലിൽ പ്രശസ്തരായവരുടെ മറ്റൊരു വിജയരഹസ്യം ഞാൻ മനസ്സിലാക്കുകയും പ്രവൃത്തിപഥത്തിലാക്കുകയും ചെയ്യും. ഓരോ ദിനാന്ത്യത്തിലും അത് പരാജയമാണോ വിജയമാണോ എന്ന് കണക്കാക്കാതെ ഒരു വിൽപ്പന കൂടി നടത്തുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന എൻ്റെ ചിന്ത ക്ഷീണിച്ച ശരീരത്തെ മാടി വിളിക്കുമ്പോൾ ആ പ്രലോഭനത്തെ ഞാൻ ചെറുത്തു നിൽക്കും. ഞാൻ വീണ്ടും ശ്രമിക്കും. ദിവസത്തെ വിജയ പര്യവസായിയാക്കുവാൻ ഒരു പരിശ്രമം കൂടി ഞാൻ നടത്തും. ഇനി അത് പരാജയപ്പെട്ടാലോ ഞാൻ വീണ്ടും ശ്രമിക്കും. ഒരു ദിവസം അപജയത്തിൽ അവസാനിപ്പിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇപ്രകാരം ഞാൻ നാളത്തെ വിജയവിത്ത് പാകുകയും നിശ്ചിത സമയത്ത് തൊഴിൽ ഉപേക്ഷിച്ചു പോകുന്നവരുടെ മേൽ ആർക്കും മറികടക്കാനാകാത്ത നേട്ടം കരസ്ഥമാക്കുകയും ചെയ്യും. മറ്റുള്ളവർ അവരുടെ കഠിനശ്രമം പരിത്യജിക്കുമ്പോൾ ഞാൻ എൻ്റേത് സമാരംഭിക്കും. അങ്ങനെ ഞാൻ 100 മേനി വിളവെടുക്കുകയും ചെയ്യും. ഞാൻ വിജയം വരിക്കുന്നത് വരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഇന്ന് എന്നെ ആത്മസംതൃപ്തിയിൽ മയക്കിക്കിടത്തുന്നതിന് ഇന്നലത്തെ വിജയത്തെ ഞാൻ അനുവദിക്കുകയില്ല. എന്തെന്നാൽ പരാജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം ഇതാണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങൾ, അവ നന്മയായാലും തിന്മയായാലും ഞാൻ വിസ്മരിക്കുന്നതാണ്. ഓരോ പുലരിയിലും ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്ന ആത്മധൈര്യത്തോടെ ഞാൻ പുതുസൂര്യനെ സ്വാഗതം ചെയ്യും. എന്നിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ വിജയം വരിക്കുന്നതുവരെ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. എന്തുകൊണ്ടെന്നാൽ വിജയം വരിക്കുന്നതിന് വേണ്ടതായ മഹാനിയമങ്ങളിൽ ഒരെണ്ണം ഇപ്പോൾ ഞാൻ അറിയുന്നു. നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കുമെങ്കിൽ എനിക്ക് വിജയിക്കുവാൻ കഴിയും. ഞാൻ നിർബന്ധ ബുദ്ധിയോടെ ഉറച്ചു നിൽക്കും. ഞാൻ വിജയം വരിക്കും. ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ്. ആദ്യം മുതൽ ഇന്നുവരെ എൻ്റെ അതേ മനസ്സും എൻ്റെ ഹൃദയവും എൻ്റെ കണ്ണുകളും എൻ്റെ കാതുകളും എൻ്റെ കരങ്ങളും എൻ്റെ മുടിയും എൻ്റെ മുഖവുമുള്ള മറ്റൊരാൾ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ മുൻഗാമികളും സമകാലീനരും പിൻഗാമികളുമായവരിൽ എന്നെപ്പോലെ തന്നെ നടക്കാനോ സംസാരിക്കാനോ ചലിക്കാനോ ചിന്തിക്കാനോ സാധിക്കുകയില്ല. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരന്മാരാണ്. എങ്കിലും ഞാൻ അവരിൽ നിന്നൊക്കെ വ്യതിരിക്തനാണ്. അതെ, ഞാൻ ഒരു സവിശേഷ സൃഷ്ടിയാണ്.
ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ്. ഞാൻ ജന്തുലോകത്തിന്റെ ഭാഗമാണ്. എന്നാൽ മൃഗീയമായ പുരസ്കാരങ്ങൾ കൊണ്ട് മാത്രം ഞാൻ തൃപ്തിപ്പെടുകയില്ല. എണ്ണമറ്റ തലമുറകളായി കൈമാറിക്കിട്ടിയ ഒരു സ്ഫുലിംഗം എൻ്റെ അന്തരാത്മാവിൽ എരിയുന്നുണ്ട്. അതിൻ്റെ ചൂട് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടവനായി തീരാൻ എൻ്റെ അരൂപിയെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ ആയിത്തീരും. ഈ അതൃപ്തിയുടെ നാളങ്ങളെ ഞാൻ പറത്തിക്കളയുകയും എൻ്റെ വ്യതിരിക്തത ലോകത്തോട് വിളംബരപ്പെടുത്തുകയും ചെയ്യും. പൊടിയടിച്ചു കളയുന്നതിൽ എനിക്കുള്ള താളം, എൻ്റെ ഉള്ളിപ്പാടുകൾ, എൻ്റെ കയ്യക്ഷരം തുടങ്ങിയവയിൽ എൻ്റെ തനി പകർപ്പാകുവാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ മറ്റാർക്കും കഴിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ വിൽപ്പന നടത്തുവാനുള്ള നൈപുണ്യം വേറെ ആർക്കുമില്ല. ഇന്നു മുതൽ ഈ വ്യത്യാസം ഞാൻ മുതലെടുക്കും. പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു മൂലധനമാണ് ഇത്. ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ്. മറ്റുള്ളവരെ അനുകരിക്കുന്ന നിഷ്ഫലോദ്യമങ്ങൾ ഞാൻ ഇനി ചെയ്യുകയില്ല. അതിനു പകരം ഞാൻ ചന്തയിൽ എൻ്റെ വ്യതിരിക്തത പ്രദർശിപ്പിക്കും. ഞാനത് പ്രഘോഷിക്കും. അതെ, ഞാനത് വിറ്റഴിക്കും. കച്ചവടക്കാരനും ഉൽപ്പന്നങ്ങളും രണ്ടും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യാസം സംബന്ധിച്ച് അഭിമാനവും ഉണ്ടായിരിക്കും. ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ്. ഞാൻ അപൂർവ സൃഷ്ടിയാണ്. അപൂർവതയ്ക്ക് വിലയുണ്ട്. തന്നിമിത്തം ഞാൻ വിലയുള്ളവനാണ്. സഹസ്രാബ്ദങ്ങൾ തുടരുന്ന പരിണാമ പ്രക്രിയയുടെ പരിസമാപ്തിയാണ് ഞാൻ. അതിനാൽ എൻ്റെ മുൻഗാമികളായ സർവ സാമ്രാട്ടുകളെക്കാളും വിജ്ഞാനികളെക്കാളും അധികം സംസജ്ജനാണ് ഞാൻ. ഭയഭക്തി ബഹുമാനത്തോടുകൂടി 4-ാമത്തെ തുകൽ ചുരുൾ ഹാഫിദ് തുറന്നു വായിച്ചു. എനിക്ക് അസംഖ്യം കഴിവുകളുണ്ട്. എൻ്റെ തലച്ചോറിൻ്റെ ചെറിയൊരംശം മാത്രമേ ഞാൻ വിനിയോഗിക്കുന്നുള്ളൂ. എൻ്റെ പേശികളിൽ തുച്ഛമായ ഒരു ഭാഗം മാത്രമേ ഞാൻ വളച്ചെടുക്കുന്നുള്ളൂ. എൻ്റെ ഇന്നലെയുള്ള നേട്ടങ്ങളെ 100 ഇരട്ടിയോ അതിലേറെയോ അഭിവൃദ്ധിപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നതാണ്. ഇനി മേലിൽ ഞാൻ കഴിഞ്ഞ കാലത്തെ നേട്ടങ്ങളെ പ്രതി സംതൃപ്തിയടയുകയോ എടുത്തു പറയാനില്ലാത്ത നിസ്സാര ചെയ്തികളെ പ്രതി ആത്മപ്രശംസയിൽ മുഴുകുകയോ ഇല്ല. ഞാൻ ഇതിനകം നേടിയെടുത്തതിനേക്കാൾ കൂടുതൽ എനിക്ക് നേടാവുന്നതാണ്. ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ്. ഞാൻ ഈ ഭൂമിയിൽ യാദൃച്ഛികമായി വന്നുപെട്ടതല്ല. എനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ മലയായി വളരാനാണ്, അല്ലാതെ പൊടിഞ്ഞ് മണൽത്തരിയാകാനല്ല. മറ്റു മനുഷ്യരെയും എന്നെ തന്നെയും എൻ്റെ ഉൽപ്പന്നങ്ങളെയും കുറിച്ചുള്ള എൻ്റെ അറിവ് ഞാൻ വർദ്ധിപ്പിക്കും. അങ്ങനെ എൻ്റെ വ്യാപാരം ഇരട്ടിയാക്കും. വസ്തുക്കൾ വിൽക്കുമ്പോൾ ഞാൻ ഉച്ചരിക്കുന്ന വാക്കുകൾ ഞാൻ പരിശീലിക്കുകയും ഗുണനിലവാരം കൂട്ടുകയും തേച്ചു മിനുക്കുകയും ചെയ്യും. അനേകർ ഗുണമേന്മ മുറ്റിയ ഒറ്റ ക്രയവിക്രയ സംഭാഷണത്താൽ സമ്പത്തും വിജയവും സമാർജിച്ചിട്ടുണ്ടെന്ന് കൂടി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഞാൻ എൻ്റെ പെരുമാറ്റ രീതികളും മുഖഭാവങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് നിരന്തരം പരിശ്രമിക്കുന്നതാണ്. കാരണം എല്ലാവരെയും ഹഠാരാകർഷിക്കുന്ന പഞ്ചസാരയാണ് അവ. ഇന്ന് നേരിടേണ്ട വെല്ലുവിളിയിൽ എൻ്റെ ഊർജം മുഴുവൻ ഞാൻ കേന്ദ്രീകരിക്കും. ഇതൊഴിച്ച് മറ്റെല്ലാം മറക്കുവാൻ എൻ്റെ പ്രവൃത്തികൾ എന്നെ സഹായിക്കും. എൻ്റെ കുടുംബ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇട്ടുപോരും. ഞാൻ വ്യാപാര കേന്ദ്രത്തിൽ വെച്ച് കുടുംബകാര്യമൊന്നും ആലോചിക്കില്ല. അങ്ങനെ ചെയ്യുന്നതായാൽ എൻ്റെ ചിന്തകൾ മുങ്ങിപ്പോകും. അതുപോലെ ചന്തയിൽ നിന്ന് മടങ്ങുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ അവിടെ തന്നെ വച്ചുപോരും. വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ വിൽപ്പന വിഷയമൊക്കെ വിസ്മരിക്കും. അല്ലാത്ത പക്ഷം അത്
എന്റെ സ്നേഹത്തെ മന്ദീഭവിപ്പിക്കും. ഞാൻ ചന്തയിലായിരിക്കുമ്പോൾ അവിടെ വീടിനോ, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ അവിടെ ചന്തയ്ക്കോ സ്ഥാനമില്ല. പ്രവർത്തന സമയത്ത് ഇവയിൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് ഞാൻ വേർതിരിച്ചു നിർത്തും. അതേസമയം ഞാൻ ഇവ രണ്ടിനോടും ബന്ധിതനായിരിക്കുകയും ചെയ്യുന്നതാണ്. ഇവ രണ്ടും വെവ്വേറെ നിലനിർത്തണം. അല്ലാത്ത പക്ഷം എന്റെ വ്യാപാരം അസ്തമിക്കും. യുഗങ്ങളുടെ പഴക്കമുള്ള ഒരു വിരോധാഭാസമാണ് ഇത്. കാണുവാൻ കണ്ണുകളും ചിന്തിക്കുവാൻ മനസ്സും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ജീവിതം സംബന്ധിച്ച് ഒരു മഹാരഹസ്യം കൂടി ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അവസാനമായി ഞാൻ അറിയുന്നു, എൻ്റെ പ്രശ്നങ്ങളും ആശാഭംഗങ്ങളും ഹൃദയവ്യഥകളുമൊക്കെ സത്യത്തിൽ വേഷപ്രച്ഛന്നരായ വലിയ അവസരങ്ങളാണ്. ഒരു മൃഗവും ഒരു ചെടിയും ഒരു കാറ്റും ഒരു മഴയും ഒരു പാറയും ഒരു തടാകവും എന്നെപ്പോലെ ജന്മം കിട്ടിയവരായില്ല. കാരണം ഞാൻ ഗർഭസ്ഥനായത് സ്നേഹത്തിലാണ്. ഞാൻ ഭൂജാതനായത് ഒരു ലക്ഷ്യത്തോടെയാണ്. മുൻകാലങ്ങളിൽ ഇക്കാര്യം ഞാൻ വേണ്ടത്ര ഗൗനിച്ചിരുന്നില്ല. എന്നാൽ ഇന്നു മുതൽ ഇത് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യും. ഞാൻ പ്രകൃതിയുടെ മഹാത്ഭുതമാണ്. പ്രകൃതി ഒരിക്കലും പരാജയം നേരിടുന്നില്ല. സ്വാഭാവികമായി അവൾ വിജയശ്രീലാളിതയായി ഉയർന്നു നിൽക്കുന്നു. ഞാനും അങ്ങനെ തന്നെ ചെയ്യും. ഓരോ വിജയവും കൈവരിക്കുമ്പോൾ അടുത്ത പ്രതിസന്ധി പരിഹരിക്കുവാൻ എളുപ്പമായിരിക്കും. ഞാൻ മഹാനായ ഒരു വ്യാപാരിയായി തീരും. കാരണം ഞാൻ വ്യത്യസ്തനാണ്. 5-ാമത്തെ തുകൽ ചുരുളുകളിൽ ഒളിപ്പിച്ചു വെച്ച വിജയരഹസ്യങ്ങൾ ഹാഫിദ് മനഃപ്പാഠമാക്കി. അത് ഇപ്രകാരമായിരുന്നു: ഞാനിന്ന് ഇത് എൻ്റെ അന്ത്യദിനമായിരുന്നാലെന്ന പോലെ ജീവിക്കും. എൻ്റെ കൈവശമുള്ള ഈ വിലപ്പെട്ട അന്ത്യദിനം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുക? ഒന്നാമതായി, ഈ ജീവസംഭരണിക്ക് ഞാൻ മുദ്രവെക്കും. തൽഫലമായി അതിൽ നിന്ന് ഒരു തുള്ളി പോലും മണലിലേക്ക് തുളുമ്പിപ്പോകില്ല. ഇന്നലത്തെ ദൗർഭാഗ്യങ്ങൾ, ഇന്നലത്തെ ഹൃദയബദ്ധകൾ മുതലായവയെക്കുറിച്ച് വിലപിച്ച് ഒരു നിമിഷം പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. കാരണം നന്മയെ എന്തിനാണ് തിന്മയ്ക്ക് പിന്നാലെ എറിഞ്ഞുകളയുന്നത്? ഇന്നലത്തെ തെറ്റുകളെ പുനർജനിപ്പിക്കുവാനോ അവയെ ശരിപ്പെടുത്തുവാനോ എനിക്ക് കഴിയുമോ? ഇന്നലത്തെ മുറിവുകളെ തിരിച്ചു വിളിച്ച് അവയെ പൂർവസ്ഥിതിയിലാക്കാൻ എനിക്ക് പറ്റുമോ? എനിക്ക് ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി പ്രായം കുറഞ്ഞവനാകാൻ ഇനി സാധിക്കുമോ? ഞാൻ ഉരിയാടിയ ചീത്തക്കാര്യങ്ങളും ഏൽപ്പിച്ച ദണ്ഡനങ്ങളും ഞാൻ മൂലം ഉണ്ടായ വേദനയും തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയുമോ? ഇല്ല. ഇന്നലെ എന്നത് എന്നേക്കുമായി സംസ്കരിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഇന്ന് ഇത് എൻ്റെ അന്ത്യദിനമായിരുന്നാലെന്ന പോലെ ജീവിക്കും. പിന്നെ ഞാൻ എന്താണ് ചെയ്യുക? ഇന്നലെയെ തീർത്തും വിസ്മരിക്കുന്ന ഞാൻ നാളെയെക്കുറിച്ചും ചിന്തിക്കുകയില്ല. നാളെ ഞാൻ സാക്ഷ്യം വഹിക്കുമോ എന്ന് പോലും തീർച്ചയില്ലാത്തവയെപ്പറ്റി ഞാൻ എന്തിന് ഉത്കണ്ഠപ്പെടണം? ഒരുപക്ഷെ സംഭവിക്കാൻ ഇടയില്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ എന്തിന് എന്നെ പീഡിപ്പിക്കണം? ഇല്ല. നാളെ ഇന്നലെയോടൊത്ത് സംസ്കരിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞാൻ ഇന്ന് ഇത് എൻ്റെ അന്ത്യദിനമായിരുന്നെന്ന പോലെ ജീവിക്കും. ഈ ദിവസം മാത്രമാണ് എനിക്ക് ആകെയുള്ളത്. ഈ മണിക്കൂറുകളാണ് എൻ്റെ നിത്യത. മരണശിക്ഷയിൽ നിന്ന് മാപ്പ് കിട്ടുന്ന തടവറക്കാരനെ പോലെ ഈ സൂര്യോദയത്തെ സന്തോഷ കാഹളങ്ങളോടെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഒരു പുത്തൻ ദിവസമാകുന്ന അമൂല്യ സമ്മാനത്തെ പ്രതി ഞാൻ നന്ദിയോടെ ഇതാ എൻ്റെ കൈകൾ ഉയർത്തുന്നു. ഞാൻ തീർച്ചയായും ഒരു ഭാഗ്യവാനാണ്. ഈ മണിക്കൂറുകൾ എനിക്ക് ലഭിച്ച അർഹതയില്ലാത്ത ഒരു ആനുകൂല്യമാണ്. എന്നേക്കാൾ ഏറെ നല്ലവരായ പലരും ഇന്നലെ മരണമടഞ്ഞപ്പോൾ ഈ ദിവസം കൂടി ജീവിക്കുവാൻ ഞാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെല്ലാം തങ്ങളുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞതുകൊണ്ടും
ഞാൻ ഇനിയും അത് കൈവരിക്കേണ്ടതുണ്ട് എന്നതിനാലും ആണോ ഇങ്ങനെ? എനിക്ക് ആയിത്തീരാൻ കഴിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ആ മനുഷ്യനാകാനുള്ള മറ്റൊരു അവസരമാണോ ഇത്? എനിക്ക് ഒരു ജീവിതം മാത്രമേയുള്ളൂ. കൂടാതെ സമയത്തിന്റെ അളവല്ലാതെ മറ്റൊന്നുമല്ല ജീവിതം. ഞാൻ ഇവയിൽ ഒന്നിനെ നഷ്ടപ്പെടുത്തുമ്പോൾ മറ്റേതിനെ നശിപ്പിക്കുന്നു. ഞാൻ ഇന്നിനെ നഷ്ടപ്പെടുത്തിയാൽ ജീവിതത്തിന്റെ അവസാന പുറം നശിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ ദിവസത്തെ ഓരോ മണിക്കൂറും ഞാൻ പരിപോഷിപ്പിക്കും. കാരണം അതിന് ഒരിക്കലും തിരിച്ചു വരാൻ ഒക്കുകയില്ല. ഇന്നത്തെ സമയത്തെ നാളെ തിരിച്ചെടുക്കാനായി ബാങ്കിൽ നിക്ഷേപിക്കാൻ നിവൃത്തിയില്ല. കാരണം കാറ്റിനെ തടഞ്ഞു നിർത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇന്നിന്റെ ഓരോ നിമിഷവും വിലമതിക്കാനാവാത്തതാകയാൽ ഇരുകൈയും നീട്ടി അതിനെ സ്വീകരിക്കുകയും സ്നേഹപൂർവം തലോടുകയും ചെയ്യും. തനിക്കുള്ള സ്വർണം മുഴുവൻ സ്വമനസാ കൊടുക്കുന്നവന് പോലും മരണസമയത്ത് ഒരു ശ്വാസം കൂടി വാങ്ങിക്കുവാൻ കഴിയുമോ? ഇനിയുള്ള വിലയാണ് ഞാൻ നിശ്ചയിക്കുക. ഞാൻ സമയം കൊല്ലികളെ ദേഷ്യത്തോടെ ഒഴിവാക്കും. കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുന്ന പ്രവണതയെ ഞാൻ പ്രവർത്തനത്താൽ നശിപ്പിക്കും. ഞാൻ സംശയത്തെ വിശ്വാസത്തിന്റെ കീഴിൽ സംസ്കരിക്കും. ഭയത്തെ ആത്മധൈര്യം കൊണ്ട് ഞാൻ ഛിന്ന ഭിന്നമാക്കും. മടിയന്മാരുടെ വാക്കുകൾക്ക് ഞാൻ കാതു കൊടുക്കുകയില്ല. അലസന്മാരുടെ കൂടെ ഞാൻ അലഞ്ഞു തിരിയുകയില്ല. ഇപ്പോൾ മുതൽ ഞാൻ മനസ്സിലാക്കുന്നു, അലസതയുമായി കൂട്ടുകൂടുക എന്നതിൻ്റെ അർത്ഥം ഞാൻ സ്നേഹിക്കുന്നവരുടെ ഭക്ഷണവും വസ്ത്രവും ഊഷ്മളതയും മോഷ്ടിക്കുക എന്നാണെന്ന്. ഞാൻ ഒരു കള്ളനല്ല. ഞാൻ സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ സ്നേഹവും വലുപ്പവും തെളിയിക്കാനുള്ള അവസാനത്തെ അവസരമാണ് ഇന്നത്തെ ദിവസം. ഞാൻ ഇന്നത്തെ കടമകൾ ഇന്നു തന്നെ ചെയ്തു തീർക്കും. ഇത് എൻ്റെ അന്ത്യദിനമാണെങ്കിൽ ഈ ദിവസമായിരിക്കും എൻ്റെ ഏറ്റവും വലിയ സ്മാരകം. അതിനാൽ ഈ ദിവസത്തെ എൻ്റെ ജീവിതത്തിലെ ശ്രേഷ്ഠ ദിനമായി ഞാൻ മാറ്റിയെടുക്കും. ഇന്നത്തെ ഓരോ മണിക്കൂറും ഞാൻ പ്രാധാന്യമുള്ളതാക്കുന്നതാണ്. മുമ്പത്തേക്കാൾ കൂടുതൽ കഠിനമായി ഞാൻ അധ്വാനിക്കും. എൻ്റെ പേശികൾ വിശ്രമത്തിനായി നിലവിളിക്കുന്നത് വരെ ഞാൻ അവ കൊണ്ട് പണിയെടുക്കും. പിന്നീട് വീണ്ടും തുടരും. ഇതിനു മുൻപ് ചെയ്തിട്ടുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തികളെ ഞാൻ ഇന്ന് വിളിക്കും. മുമ്പത്തേക്കാൾ സാധനങ്ങൾ ഞാൻ ഇന്ന് വിറ്റഴിക്കും. ഇന്നാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സമ്പാദിക്കുക. ഇന്നത്തെ ഓരോ നിമിഷവും ഇന്നലത്തെ മണിക്കൂറുകളേക്കാൾ കൂടുതൽ ഫലപ്രദമായി തീരും. ഈ ദിവസം ഇതുപോലെയായില്ലെങ്കിൽ ഞാൻ മുട്ടിന്മേൽ നിൽക്കുകയും കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യും. 6-ാമത്തെ ചുരുൾ ഹാഫിദ് തുറന്നു വായിച്ചു. അതിൽ വിജയത്തിന്റെ ചില രഹസ്യ തന്ത്രങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ വികാരങ്ങളുടെ അധികാരിയായിരിക്കും. പ്രകൃതിയുടെ കുസൃതികളിൽ നാം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്ന്, ഇന്നലെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ മനോഭാവങ്ങളോടെ ഞാൻ ഇന്ന് ഉണരുന്നു എന്നതാണ്. ഇന്നലത്തെ സന്തോഷം ഇന്ന് ദുഃഖമായി മാറുന്നു. എന്നാൽ ഇന്നത്തെ ദുഃഖം നാളെ സന്തോഷമായി തീരും. എന്നിൽ ഒരു ജീവിത ചക്രമുണ്ട്. അത് നിരന്തരം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക്, ആഹ്ലാദത്തിമിർപ്പിൽ നിന്ന് മ്ലാനതയിലേക്ക്. എങ്കിലും ഞാൻ അനുസ്മരിക്കും, ഇന്നത്തെ കൊഴിഞ്ഞ പൂവിൽ നാളത്തെ ഉണർത്തുവിത്തുകൾ ഉണ്ടെന്ന്. അതുപോലെ ഇന്നത്തെ ദുഃഖം നാളത്തെ സന്തോഷം സംവഹിക്കുന്നു. ഓരോ ദിവസവും ഉൽപാദനക്ഷമമാകത്തക്ക വിധം ഞാൻ എപ്രകാരമാണ് ഈ വികാരങ്ങളെ അധീനപ്പെടുത്തുക? കാരണം എൻ്റെ മാനസികാവസ്ഥ ശരിയല്ലെങ്കിൽ ആ ദിവസം പരാജയമായിരിക്കും. ഞാൻ ഉപഭോക്താക്കൾക്ക് മഴയും മ്ലാനതയും അന്ധകാരവും ദോഷൈക ദൃഷ്ടിയുമാണ് നൽകുന്നതെങ്കിൽ അവരും
എന്നോട് പ്രതികരിക്കുക മഴ, മ്ലാനത, അന്ധകാരം, ദോഷൈക ദൃഷ്ടി എന്നിവയോടുകൂടിയായിരിക്കും. തന്നെയുമല്ല, അവർ ഒന്നും വാങ്ങിക്കുകയുമില്ല. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഉപഭോക്താക്കൾക്ക് സന്തോഷവും ആവേശവും പ്രസന്നതയും ചിരിയുമാണ് നൽകുന്നതെങ്കിൽ അവർ എന്നോടും സന്തോഷത്തോടും ആവേശത്തോടും പ്രസന്നതയോടും ചിരിയോടും കൂടി പ്രതികരിക്കും. ഓരോ ദിവസവും സന്തോഷപ്രദവും ഉൽപാദനക്ഷമവുമാക്കുന്നതിന് ഞാൻ എങ്ങനെയാണ് എൻ്റെ വികാരങ്ങളെ അധീനപ്പെടുത്തുക? യുഗങ്ങളോളം പഴക്കമുള്ള ഈ രഹസ്യം ഞാൻ പഠിക്കും. തൻ്റെ ചിന്തകൾ കൊണ്ട് സ്വന്തം പ്രവൃത്തികളെ നിയന്ത്രിക്കുവാൻ അനുവദിക്കുന്നവൻ ദുർബലനാണ്. തൻ്റെ പ്രവൃത്തികൾ കൊണ്ട് സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കുവാൻ നിർബന്ധിക്കുന്നവൻ ശക്തനാണ്. ദുഃഖത്തിൻ്റെയും ആത്മനിന്ദയുടെയും പരാജയത്തിൻ്റെയും ശക്തികൾ എന്നെ കീഴ്പ്പെടുത്തുന്നതിന് മുൻപ് ഓരോ ദിവസവും ഉണരുമ്പോൾ ഞാൻ ഈ യുദ്ധതന്ത്രം അനുസ്മരിക്കും. വിജയം നേടാൻ നാം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കുകയാണ് ഈ ചുരുൾ. അത് ഇപ്രകാരമായിരുന്നു: ഇന്ന് ഞാൻ എൻ്റെ വികാരങ്ങളുടെ അധികാരിയായിരിക്കും. ഞാൻ മേലിൽ എല്ലാ മനുഷ്യരിലും എന്നിലുമുള്ള മാനസിക അവസ്ഥകളുടെ രഹസ്യം മനസ്സിലാക്കും. ഈ നിമിഷം മുതൽ ഓരോ ദിവസവും എന്നിൽ എന്തുതരം വ്യക്തിത്വ ഭാവങ്ങൾ തെളിഞ്ഞാലും അത് നിയന്ത്രിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എൻ്റെ ഈ വ്യത്യസ്ത ഭാവങ്ങളെ നിയന്ത്രിക്കുമ്പോൾ അതുവഴി ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യത്തെ തന്നെ നിയന്ത്രിക്കും. ഇന്നു ഞാൻ എൻ്റെ ലക്ഷ്യത്തെ നിയന്ത്രിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരിയാവുകയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ലോകത്തെ പരിഹസിക്കും. എല്ലാറ്റിനുമുപരിയായി ഞാൻ എന്നെ തന്നെ പരിഹസിക്കും. എന്തെന്നാൽ മനുഷ്യൻ സ്വയം വളരെ ഗൗരവക്കാരനായി കണക്കാക്കുമ്പോൾ അവൻ ഏറെ ഹാസ്യകാരണമാകുന്നു. മനസ്സിൻ്റെ ഈ കെണിയിൽ ഞാൻ ഒരിക്കലും വീഴുകയില്ല. ഇന്ന് ഞാൻ ഉത്കണ്ഠപ്പെടുന്ന കാര്യം 10 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ മണ്ടത്തരമാണെന്ന് തോന്നുകയില്ലേ? ഇന്നത്തെ നിസാര സംഭവങ്ങൾ എന്നെ ശല്യപ്പെടുത്താൻ ഞാൻ എന്തുകൊണ്ട് അനുവദിക്കണം? നല്ല നർമ്മബോധം എന്നെ വിട്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഓരോ അവസരത്തിലും ഉടനടി മനസ്സിൽ ഉദിക്കുന്നതിനായി 4 വാക്കുകൾ എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുന്നതിന് ഞാൻ ശക്തമായി സ്വയം പരിശീലിക്കും. പ്രാചീനരിൽ നിന്ന് കൈമാറി കിട്ടിയ ഈ വാക്കുകൾ പ്രതികൂലാവസ്ഥയിൽ എന്നെ നയിക്കുകയും അങ്ങനെ ഞാൻ എൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യും. ഇതും അധികം വൈകാതെ അപ്രത്യക്ഷമാകും. ഹൃദയവ്യഥ അസഹ്യമാകുമ്പോൾ ഇതും താമസിയാതെ ഇല്ലാതാകുമെന്ന് ചിന്തിച്ച് ഞാൻ എന്നെ സമാശ്വസിപ്പിക്കും. ഞാൻ വിജയോന്മത്തനാകുമ്പോൾ ഈ അവസ്ഥയും കടന്നു പോകുമെന്ന് ഞാൻ എനിക്കു തന്നെ മുന്നറിയിപ്പ് നൽകും. ദാരിദ്ര്യം എന്നെ ഞെരിച്ചമർത്തുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഈ സ്ഥിതി മാറുമെന്ന്. ധനാധിക്യം എന്നെ ഭാരപ്പെടുത്തുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയും, ഇതും മാറിപ്പോകുമെന്ന്. അതെ, സത്യമായി ഈജിപ്തിലെ പിരമിഡിന്റെ നിർമ്മാതാവ് ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹത്തെയും അതിൻ്റെ കല്ലുകൾക്കടിയിൽ സംസ്കരിച്ചില്ലേ? ഈ പിരമിഡ് തന്നെയും കുറെ കഴിയുമ്പോൾ മണൽപ്പരപ്പിനടിയിലാകില്ലേ? എല്ലാം അപ്രത്യക്ഷമാകുമെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഈ ദിവസത്തെ പ്രതി ഇത്ര ഉത്കണ്ഠപ്പെടണം? ഞാൻ ഈ ദിവസത്തെ ചിരിയോടെ ചിത്രീകരിക്കും. ഞാൻ ഈ രാത്രിക്ക് സംഗീത രൂപമേകും. സന്തോഷിക്കുവാൻ വേണ്ടി ഞാൻ ഒരിക്കലും പണിപ്പെടുകയില്ല. ദുഃഖിക്കുവാനായി ഞാൻ വളരെ തത്രപ്പെടുകയുമില്ല. ഞാൻ ഇന്നത്തെ സന്തോഷം ഇന്ന് ആസ്വദിക്കും. പെട്ടിയിൽ സൂക്ഷിക്കാനുള്ള ധാന്യമല്ല അത്. ഭരണിയിൽ സംരക്ഷിക്കേണ്ട വീഞ്ഞല്ല അത്. നാളത്തേക്ക് ശേഖരിച്ചു വെക്കാവുന്ന ഒന്നല്ല അത്. ഒരേ ദിവസം വിതയ്ക്കുകയും അന്ന് തന്നെ കൊയ്തെടുക്കുകയും ചെയ്യേണ്ട ഒന്നാണത്. ഇന്നു മുതൽ ഇതാണ് ഞാൻ ചെയ്യുക. എൻ്റെ വിജയങ്ങളെ ഞാൻ പരിഹസിക്കും. അപ്പോൾ
അവ അവയുടെ യഥാർത്ഥ മൂല്യത്തിലേക്ക് ചുരുങ്ങും. എന്റെ പുഞ്ചിരി മറ്റുള്ളവരിൽ പുഞ്ചിരി പരത്തുമ്പോൾ മാത്രമാണ് ഓരോ ദിവസവും വിജയപ്രദമാകുക. ഇത് ഞാൻ ചെയ്യുന്നത് സ്വാർത്ഥതയാലാണ്. എന്തുകൊണ്ടെന്നാൽ ഞാൻ ആരുടെ നേരെ നീരസത്തോടെ നെറ്റി ചുളിക്കുന്നുവോ അവർ ആരും എന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയില്ല. ഇനി മുതൽ ഞാൻ പൊഴിക്കുന്ന കണ്ണീരൊക്കെ വിയർപ്പിൻ്റേതു മാത്രമായിരിക്കും. കാരണം ദുഃഖത്തിൻ്റെയോ കുറ്റബോധത്തിൻ്റെയോ നിരാശയുടെയോ ബാഷ്പകണങ്ങൾക്ക് ചന്തസ്ഥലത്ത് ഒരു വിലയുമില്ല. അതേസമയം ഓരോ ചിരിക്കും സ്വർണം മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഹൃദയംഗമമായ ഓരോ ദയാമസൃണ വാക്കിനും ഒരു മണിമന്ദിരം നിർമ്മിക്കാൻ കഴിയും. എന്നെ തന്നെയും എൻ്റെ ലോകത്തെയും പരിഹസിക്കുന്നത് വിസ്മരിക്കത്തക്ക വിധം അത്രമാത്രം പ്രധാനപ്പെട്ടവനോ വിജ്ഞാനിയോ വിശിഷ്ടനോ ശക്തനോ ആയിത്തീരാൻ ഞാൻ ഒരിക്കലും എന്നെ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ ഞാൻ ഒരു ശിശുവിനെ പോലെയായാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ മാനിക്കാൻ സാധിക്കൂ. എനിക്ക് ചിരിക്കാൻ കഴിവുള്ളിടത്തോളം കാലം ഞാൻ പട്ടിണി കിടക്കുകയില്ല. അതുകൊണ്ട് പ്രകൃതിയുടെ അത്യുത്തമ ദാനങ്ങളിൽ ഒന്നാണ് ചിരി. ആകയാൽ ഇനിയെങ്കിലും ഞാനത് നിഷ്പ്രയോജനമാക്കുകയില്ല. ചിരിയും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു വിജയമാകുവാൻ സാധിക്കൂ. അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ പരാജയപ്പെടുകയാണ് കൂടുതൽ നല്ലത്. കാരണം ഭക്ഷണത്തിന് രുചി കൂട്ടുന്ന വീഞ്ഞാണ് സന്തോഷം. വിജയം ആസ്വദിക്കുന്നതിന് എനിക്ക് സന്തോഷം ആവശ്യമാണ്. ഞാൻ സന്തോഷമുള്ളവനാകും. ഞാൻ വിജയം വരിക്കുന്നവനാകും. ഞാൻ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വ്യാപാരിയായിത്തീരും. എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ നാം പലപ്പോഴും വിട്ടുപോകുന്നതുമായ ചില ലോക തത്വങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് എട്ടാമത്തെ ചുരുളിൽ. അത് ഇപ്രകാരമായിരുന്നു: ഞാൻ ഇന്ന് എൻ്റെ മൂല്യം ഒരു 100 മടങ്ങ് ഇരട്ടിപ്പിക്കും. ഒരു മൾബറി ചെടിയുടെ ഇല ഒരു പ്രതിപാദനന്റെ കരസ്പർശനത്താൽ തിളങ്ങുന്ന പട്ടുവസ്ത്രമാകുന്നു. ഒരു കളിമണ്ണ് കളം ഒരു അനുഗ്രഹീത കലാകാരന്റെ കരസ്പർശനത്താൽ ഒരു മണിമേടയാകുന്നു. ഒരു കാറ്റാടിമരം ഒരു പ്രതിപാദനന്റെ കരസ്പർശനത്താൽ ഒരു പ്രാർത്ഥനാലയമാകുന്നു. ഒരു പിടി ആട്ടിൻ രോമം ഒരു അനുഗ്രഹീത നിർമ്മാതാവിന്റെ കരസ്പർശനത്താൽ രാജകീയ വസ്ത്രമാകുന്നു. ഇലകൾക്കും കളിമണ്ണിനും മരത്തിനും രോമത്തിനും മനുഷ്യന്റെ ഇടപെടൽ വഴി അവയുടെ മൂല്യം 100 അതെ 1000 മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ പേരുള്ള കളിമണ്ണ് കൊണ്ട് എനിക്കെന്തുകൊണ്ട് ഇതുതന്നെ ചെയ്തുകൂടാ? 3 ഭാവി സാധ്യതകൾ മുന്നിലുള്ള ഒരു ഗോതമ്പ് മണി പോലെയാണ് ഞാൻ. ഒന്നുകിൽ ഗോതമ്പ് ഒരു ചാക്കിലാക്കി ഒരു മുറിയിൽ കൂട്ടിയിട്ട് പന്നിക്ക് തീറ്റ കൊടുക്കാം. അല്ലാത്ത പക്ഷം അത് ഇടിച്ചു പൊടിച്ച് കുഴച്ച് അപ്പമുണ്ടാക്കാം. അതുമല്ലെങ്കിൽ അത് നിലത്തു പാകി വളർത്തിയെടുക്കുകയും സ്വർണ്ണ കതിർ ചൂടുകയും ഒടുവിൽ ഒരെണ്ണത്തിൽ നിന്ന് 1000 മണികൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. ഞാനും ഗോതമ്പ് മണിയും ഒരുപോലെയാണെങ്കിലും ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പന്നിത്തീറ്റയാകണോ, അരയ്ക്കപ്പെടണോ, ഇരട്ടിക്കുന്നതിന് വിതയ്ക്കപ്പെടണോ എന്ന് തിരഞ്ഞെടുക്കുവാൻ ഗോതമ്പിന് സാധ്യമല്ല. എന്നാൽ എനിക്ക് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തകർക്കപ്പെടാനും മറ്റുള്ളവരുടെ ഇച്ഛാശക്തിയാൽ വിഴുങ്ങപ്പെടാനുമായി പരാജയത്തിൻ്റെയും നിരാശയുടെയും പാറകൾക്കിടയിൽ ഞെരിഞ്ഞമരാനോ ഞാൻ എൻ്റെ ജീവിതത്തെ അനുവദിക്കുകയില്ല. ജലവും സൂര്യശോഭയും ചുടുകാറ്റുമെല്ലാം പരിപോഷിപ്പിച്ചാലേ ഗോതമ്പ് മണി മുളച്ചു വളർന്ന് പുഷ്പിക്കുകയുള്ളൂ. ഇതുപോലെ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് എൻ്റെ ശരീരത്തെയും മനസ്സിനെയും പരിപോഷിപ്പിക്കണം. ഇനി ഞാനിത് എപ്രകാരമാണ് നേടിയെടുക്കുക? ഒന്നാമതായി, ഈ ദിവസത്തിനും ഈ വാരത്തിനും ഈ മാസത്തിനും
ഈ സംവത്സരത്തിനും എൻ്റെ ജീവിതത്തിനും ഞാൻ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കും. ലക്ഷ്യം നിശ്ചയിക്കുന്നതിന് ഞാൻ കഴിഞ്ഞ കാലത്തെ ഏറ്റവും നല്ല നേട്ടമെടുത്ത് അതിനെ 100 മടങ്ങ് ഇരട്ടിപ്പിക്കും. ഇതായിരിക്കും ഭാവി ജീവിതത്തിൽ ഞാൻ പിന്തുടരുന്ന മൂല്യനിർണയ വ്യവസ്ഥ. എൻ്റെ ലക്ഷ്യങ്ങൾ അത്യുന്നതമാണ് എന്നോർത്ത് ഞാൻ ഒരിക്കലും ഉത്കണ്ഠപ്പെടുകയില്ല. എന്തെന്നാൽ ചന്ദ്രനെ ലക്ഷ്യം വെച്ച് കുന്തമെറിഞ്ഞ് അത് ഒരു കഴുകന്റെ മേൽ കൊള്ളുന്നതല്ലേ കഴുകന്റെ നേരെ കുന്തമെറിഞ്ഞ് ഒരു പാറയിൽ അടിക്കുന്നതിലും നല്ലത്. ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുൻപ് എൻ്റെ കാലിടറിയേക്കാം, പക്ഷേ അവയുടെ ഔന്നത്യം എന്നെ ഭയചകിതനാക്കുകയില്ല. ഗോതമ്പ് മണിയുടെ മുള പൊട്ടണമെങ്കിൽ സൂര്യൻ ഭൂമിക്ക് ഇളം ചൂട് പകരണം. അതുപോലെ തന്നെ ഈ ചുരുളിലെ വചനങ്ങൾ എൻ്റെ ജീവിതത്തെ ഊർജ്ജസ്വലമാക്കുകയും എൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമായി പരിണമിപ്പിക്കുകയും ചെയ്യും. ഇന്നലെ ഞാൻ ചെയ്ത ഓരോ പ്രവൃത്തിയെയും വെല്ലുന്നതായിരിക്കും എൻ്റെ ഇന്നത്തെ പ്രവൃത്തികൾ. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഇന്നത്തെ മല കയറും. എന്നാൽ നാളെ ഇന്നത്തേക്കാൾ ഉയരത്തിൽ ഞാൻ കയറും. നാളത്തേക്കാൾ കൂടുതലായിരിക്കും അടുത്ത ദിവസം കയറുക. മറ്റുള്ളവരുടെ ചെയ്തികളെ മറികടക്കുന്നത് അപ്രധാനമായ കാര്യമാണ്. എൻ്റെ തന്നെ പ്രവൃത്തികളെ അതിശയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീരെ താഴ്ന്ന ലക്ഷ്യം വയ്ക്കുന്ന മഹാപാതകം ഞാൻ ഇനി ചെയ്യില്ല. ചന്തസ്ഥലത്തെ പ്രകടനം കൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞാലുടൻ ഞാൻ എപ്പോഴും അവയെ കൂടുതൽ ഉയർത്തും. അടുത്ത മണിക്കൂർ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാക്കാൻ ഞാൻ എല്ലായ്പ്പോഴും പണിപ്പെടും. എങ്കിലും ഞാൻ എൻ്റെ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുകയില്ല. പകരം ലോകം പ്രശംസയുമായി എന്നെ സമീപിക്കട്ടെ. അത് എളിമയോടെ സ്വീകരിക്കാനുള്ള ജ്ഞാനം എന്നിലുണ്ടാകട്ടെ. എൻ്റെ സ്വപ്നങ്ങൾ വിലയില്ലാത്തതാണ്. എൻ്റെ പദ്ധതികൾ വെറും പൊടിയാണ്. എൻ്റെ ലക്ഷ്യങ്ങൾ അപ്രായോഗികങ്ങളാണ്. പിന്തുടർച്ചയുള്ള പ്രവൃത്തിയില്ലെങ്കിൽ ഇവയ്ക്കൊന്നും യാതൊരു മൂല്യവുമില്ല. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. എത്ര ശ്രദ്ധാപൂർവം തയ്യാറാക്കിയതും വിശദാംശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചതുമായ ഒരു രൂപരേഖയും ചരിത്രത്തിൽ ഇന്നോളം അതിൻ്റെ ഉടമസ്ഥനെ തറയിൽ നിന്ന് ഒരു തരി ഉയർത്തിയിട്ടില്ല. ഞാൻ പിടിച്ചിരിക്കുന്നത് പോലൊരു ചുരുൾ ചരിത്രത്തിൽ ഇതുവരെ ഒരു പൈസയെങ്കിലും സമ്പാദിക്കുകയോ പ്രശംസാർഹമായ ഒരു വാക്കുപോലും രൂപപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പ്രവൃത്തി അതുമാത്രമാണ് ഈ രൂപരേഖയും. ഈ ചർമ്മപത്രവും ഈ ചുരുളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ പദ്ധതികളും എൻ്റെ ലക്ഷ്യങ്ങളും ജ്വലിപ്പിച്ച് ഒരു സജീവ ശക്തിയാക്കുക. ഞാനിപ്പോൾ പ്രവർത്തിക്കും. പലതിൽ നിന്നും എന്നെ പിന്തിരിപ്പിച്ച മാറ്റിവെക്കൽ സ്വഭാവം ജനിച്ചത് പേടിയിൽ നിന്നാണ്. അനേകം ധീരന്മാരുടെ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഈ രഹസ്യം ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. പ്രവൃത്തി ഒരു ക്രൂര സിംഹത്തെ മനഃശാന്തതയുള്ള ഉറുമ്പാക്കി മാറ്റുമെന്ന്. മറ്റുള്ളവരും മിന്നാമിനുങ്ങുകളെ പോലെയാകട്ടെ. അവ തങ്ങളുടെ ചിറകുകൾ മിനുക്കുകയും അതേ സമയത്ത് ജീവിക്കുന്നതിന് പൂക്കളുടെ കാരുണ്യത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. ഞാൻ മിന്നാമിനുങ്ങു പോലെയായിരിക്കും. എൻ്റെ വെളിച്ചം ഈ ലോകത്തെ പ്രകാശിപ്പിക്കും. ഹാഫിദിന് 9-ാമത്തെ ചുരുളിൽ എഴുതപ്പെട്ട രഹസ്യങ്ങൾ അറിയുവാൻ തിടുക്കമായി. അയാൾ 9-ാമത്തെ ചുരുൾ തുറന്നു വായിച്ചു. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. ഇന്നു ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഒഴിവാക്കി ഞാൻ അവ നാളത്തേക്ക് മാറ്റിവെക്കുകയില്ല. കാരണം നാളെ എന്നത് ഒരിക്കലും വരില്ല എന്ന് എനിക്കറിയാം. എൻ്റെ പ്രവൃത്തികൾ മൂലം സന്തോഷവും വിജയവും കൈവന്നില്ലെങ്കിലും ഞാൻ ഇപ്പോൾ തന്നെ പ്രയത്നിക്കട്ടെ. എന്തെന്നാൽ പ്രവർത്തിച്ച് പരാജയപ്പെടുന്നതാണ് പ്രവർത്തിക്കാതെ വെറുതെ കുഴഞ്ഞു കഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദം. സന്തോഷം എന്നത് യഥാർത്ഥത്തിൽ എൻ്റെ പ്രവൃത്തിയാൽ പറിച്ചെടുക്കുന്ന ഒരു പഴമല്ല. എങ്കിലും പ്രവർത്തിക്കാതിരുന്നാൽ
മുന്തിരിച്ചെടിയിലെ എല്ലാ പഴങ്ങളും നശിച്ചു പോകും. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും, ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും, ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. ഇന്നു മുതൽ ഞാൻ ഈ വാക്കുകൾ ആവർത്തിക്കും. വീണ്ടും വീണ്ടും വീണ്ടും. ഈ വാക്കുകൾ ശ്വാസോച്ഛ്വാസം പോലെ ഒരു പതിവായി തീരുന്നതുവരെയും അവയുടെ തുടർച്ചയായ പ്രവൃത്തികൾ കണ്ണിമയ്ക്കുന്നത് പോലെ സ്വാഭാവികമായി തീരുന്നതുവരെയും ഓരോ മണിക്കൂറും ഓരോ ദിവസവും അനുദിനവും ഞാനവ ആവർത്തിക്കുന്നതാണ്. ഈ വാക്കുകൾ മൂലം വിജയത്തിനാവശ്യമായ ഓരോ പ്രവൃത്തിയും നിർവഹിക്കുവാൻ എൻ്റെ മനസ്സിനെ എനിക്ക് ക്രമപ്പെടുത്തുന്നതിന് സാധിക്കും. പരാജയം ഒഴിവാക്കുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാൻ എൻ്റെ മനസ്സിനെ ക്രമീകരിക്കുന്നതിന് ഈ വാക്കുകൾ കൊണ്ട് എനിക്ക് കഴിയുന്നതാണ്. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. ഞാൻ ഇതേ വാക്കുകൾ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കും. രാവിലെ ഉണരുമ്പോൾ ഞാൻ ഈ വാക്കുകൾ ഉരുവിടുകയും കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ചെയ്യും. പരാജയമാകട്ടെ അവിടെ തന്നെ 1 മണിക്കൂർ കൂടി കിടന്നുറങ്ങുന്നു. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. ഞാൻ ചന്തസ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ വാക്കുകൾ ഉച്ചരിക്കും. ഉടനടി ആദ്യത്തെ വിജയസാധ്യത കൈകാര്യം ചെയ്യും. അതേസമയം പരാജയമാകട്ടെ തിരിച്ചടിക്കുള്ള സാധ്യത സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. അടഞ്ഞുകിടക്കുന്ന ഒരു വാതിൽ കണ്ടാൽ ഞാൻ ഈ വാക്കുകൾ പറയുകയും വാതിൽക്കൽ മുട്ടുകയും ചെയ്യും. പരാജയമാകട്ടെ ഭയാശങ്കകളോടെ പുറത്തു കാത്തു നിൽക്കുകയാണ് ചെയ്യുക. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. പ്രലോഭനത്തെ നേരിടേണ്ടി വരുമ്പോൾ ഞാൻ ഇതേ വാക്കുകൾ ഉച്ചരിക്കുകയും എത്രയും വേഗം എന്നെ തന്നെ തിന്മയിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ ഉദ്യമിക്കുകയും ചെയ്യും. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുവാനും നാളെ പുനരാരംഭിക്കുവാനും പ്രലോഭിതനാകുമ്പോൾ ഞാൻ ഈ വാക്കുകൾ ഉരിയാടുകയും വളരെ വേഗത്തിൽ മറ്റൊരു വിൽപ്പന പൂർത്തിയാക്കുകയും ചെയ്യും. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. ചന്തസ്ഥലത്ത് എൻ്റെ മൂല്യം ഇരട്ടിപ്പിക്കുന്നതിനായി ഞാൻ എൻ്റെ പ്രവൃത്തികൾ ഗുണീഭവിപ്പിക്കും. പരാജയം നടക്കാൻ ഭയക്കുന്നിടത്ത് ഞാൻ നടക്കും. പരാജയം വിശ്രമം തേടുമ്പോൾ ഞാൻ കഠിനമായി അധ്വാനിക്കും. പരാജയം മൗനം ദീക്ഷിക്കുമ്പോൾ ഞാൻ സംസാരിക്കും. തൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ഒരാളെ സന്ദർശിക്കുന്നതിനുള്ള ഗംഭീര പദ്ധതികൾ പരാജയം തയ്യാറാക്കുന്ന നേരം കൊണ്ട് ഞാൻ 10 ഉപഭോക്താക്കളെ കണ്ടു കഴിഞ്ഞിരിക്കും. വളരെ വൈകിപ്പോയി എന്ന് പരാജയം പറയുന്നതിന് മുൻപേ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ പറയും. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. കാരണം ഇപ്പോൾ എന്നത് മാത്രമാണ് എൻ്റേതായുള്ളത്. നാളെ എന്നത് മടിയന്മാർക്ക് പണിയെടുക്കുവാൻ മാറ്റിവെച്ചിട്ടുള്ള ദിവസമാണ്. ഞാൻ അലസനല്ല. നാളെ എന്ന് പറയുന്നത് തിന്മയ്ക്ക് നന്മയായി തീരാനുള്ള ദിവസമാണ്. ഞാൻ തിന്മയല്ല. ബലഹീനർ സുശക്തനായി തീരുന്ന ദിവസമാണ് നാളെ. ഞാൻ ബലഹീനനല്ല. പരാജയം വിജയം വരിക്കുന്ന ദിവസമാണ് നാളെ. ഞാൻ പരാജയമല്ല. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. സിംഹം വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. ദാഹിക്കുമ്പോൾ കഴുകൻ വെള്ളം കുടിക്കുന്നു. ഈ പ്രവൃത്തികൾ ചെയ്തില്ലെങ്കിൽ ഇവ രണ്ടും നശിച്ചു പോകും. ഞാൻ വിജയത്തിനായി വിശക്കുന്നു. സന്തോഷത്തിനും മനഃശാന്തിക്കും വേണ്ടി ഞാൻ ദാഹിക്കുന്നു. ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിൽ പരാജയത്തിൻ്റെയും ദുരിതത്തിൻ്റെയും നിദ്രാരഹിത രാവുകളുടെയും ജീവിതത്തിൽ ഞാൻ നശിക്കും. ഞാൻ കൽപ്പിക്കും. ഞാൻ എൻ്റെ തന്നെ കൽപ്പന അനുസരിക്കും. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കും. വിജയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഞാൻ വൈകിപ്പോയാൽ അവൾ വേറെ ആരെങ്കിലുമായി വിവാഹ നിശ്ചയം നടത്തും. അതോടെ അവൾ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടും. ഇതുവരെയുള്ള 9 ചുരുളുകളിലും എഴുതപ്പെട്ട രഹസ്യങ്ങളുടെ പ്രായോഗിക തലമാണ് 10ാമത്തെ ചുരുളിൽ. 10ാമത്തെ ചുരുളിൽ എഴുതപ്പെട്ട രഹസ്യങ്ങൾ ഹാഫിദ് വായിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി സർവലോക രക്ഷിതാവായ ഈശ്വരനെയും തനിക്ക് ഈ അമൂല്യ വിജ്ഞാന ശേഖരം നൽകിയ തൻ്റെ യജമാനനെയും ഒരിക്കൽ കൂടി സ്മരിച്ചു. എന്നിട്ട് അയാൾ 10ാമത്തെ ചുരുൾ ഇങ്ങനെ വായിച്ചു. ഇതാണ് സമയം, ഇതാണ് സ്ഥലം, ഞാനാണ് മനുഷ്യൻ. വൻ ദുരന്തമോ കൊടും നിരാശയോ ഉണ്ടാകുമ്പോൾ
ദൈവമേ എന്ന് വിളിക്കാതിരിക്കുവാൻ മാത്രം വിശ്വാസഹീനനായി ആരാണുള്ളത്? ആരാണ് അപകടം, മരണം അല്ലെങ്കിൽ സാധാരണ അനുഭവത്തിനും അറിവിനും അതീതമായ രഹസ്യം എന്നിവയെ അഭിമുഖീകരിക്കുമ്പോൾ നിലവിളിച്ചിട്ടില്ലാത്തത്? ദുരിതവേളയിൽ എല്ലാ ജീവജാലങ്ങളിൽ നിന്നും ഉയരുന്ന ആഴമായ അഭിവാഞ്ഛയുടെ ഉറവിടം എന്താണ്? നിങ്ങളുടെ കൈ പെട്ടെന്ന് മുന്നിലുള്ള ഒരാളുടെ നേത്രങ്ങൾക്ക് നേരെ നീട്ടിയാൽ അയാളുടെ കണ്ണിമകൾ താനേ അടയുന്നു. മറ്റൊരുത്തന്റെ കാൽമുട്ടിൽ ചെറുതായിട്ട് ഒന്ന് തട്ടുക, അവന്റെ കാൽ ഉടനെ ചാടും. ഞാൻ പ്രാർത്ഥിക്കുക മാർഗദർശനത്തിനാണ്. ഇവ സ്വന്തമാക്കുവാനുള്ള വഴി എനിക്കു കാണിച്ചു തരണമേ എന്നാണ് എൻ്റെ ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥന എപ്പോഴും കേൾക്കപ്പെടുക തന്നെ ചെയ്യും. ഞാൻ തേടുന്ന മാർഗദർശനം എനിക്ക് ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ ഇവ രണ്ടും മറുപടി തന്നെയാണല്ലോ. ഒരു കുട്ടി അതിൻ്റെ പിതാവിനോട് അപ്പം ചോദിക്കുമ്പോൾ അത് കൊണ്ടുവരുന്നില്ലെങ്കിൽ പോലും ആ പിതാവ് പ്രതികരിച്ചില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ മാർഗദർശനത്തിനായി പ്രാർത്ഥിക്കും, ഒരു വിൽപ്പനക്കാരനെ പോലെ. ഈ രീതിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുക. ഓ സർവചരാചര സൃഷ്ടാവേ, തുണയ്ക്കുകെന്നെ നീ. ഇന്നു ഞാനിതാ ഉലകം പോകുന്നു, നഗ്നനായി ഏകനായി. എന്നാൽ അലഞ്ഞു വലയും ഞാൻ. നിൻ കരമെന്നെ നയിക്കായികൾ വിജയവീഥിയും ആനന്ദമാർഗവും വിട്ട്. ചോദിക്കുന്നില്ല ഞാൻ സ്വർണമോ വസ്ത്രമോ തുല്യാവസരങ്ങളോ. എന്നർഹതയ്ക്കൊത്ത് പകരം നയിക്ക നീ എന്നെ എന്നാൽ യോഗ്യത നേടും ഞാൻ എൻ്റെ നേരായ അർഹതയ്ക്കൊപ്പം. കഴുകുക സിംഹങ്ങളെ നീ പഠിപ്പിച്ച പോൽ ദന്തനഖങ്ങളാൽ വേട്ടയാടാൻ. ഇന്നു നീ എന്നെ പഠിപ്പിക്കൂ വാഗ്വേട്ടയ്ക്കും സ്നേഹ വളർച്ചയ്ക്കുമെങ്കിൽ ഞാനാകുമേ ഒരു സിംഹം. മർത്യർക്കുമധ്യേ പിന്നെ ചന്തയിലോ ഒരു കഴുകനും. കൃപയരുളൂ നീ തടസ്സ തോൽവികൾ നേരിടാൻ. സവിനയം മറയ്ക്കല്ലേ എൻ നയനങ്ങളിൽ നിന്ന്. വരാനിരിക്കും വശ്യ വിജയ സമ്മാനം. മറ്റുള്ളവർ തോറ്റിട്ടുപോയ ഭാരങ്ങളെ എന്നെ ഏൽപ്പിക്കൂ. ആ തോൽവി തൻ്റെ വിജയ വിത്തെടുക്കാൻ എന്നെ നീ പ്രാപ്തനാക്കൂ. എന്നാവേശം ശമിപ്പിക്കും പേടി മാറ്റാൻ നീ വരമരുളൂ. പുച്ഛിച്ചു തൊള്ളാൻ ശക്തിയേകൂ. എൻ ദുശങ്കകളെ എനിക്കേകുക. ലക്ഷ്യം നേടാൻ വേണ്ട ദിനങ്ങൾ ഇതെൻ അന്ത്യദിനമെന്നു നനച്ചു ജീവിക്കാൻ നീ തുണയേകൂ. സൽഫലം ചൂടാനെൻ ഭാഷണം നയിക്കൂ. നീ പരനെ ഹനിക്കും വിടുവാക്കു വേണ്ട, എന്നെ നിശബ്ദനാക്കൂ. വീണ്ടും വീണ്ടും ശ്രമിക്കുവാൻ ശീലം നീ ശിക്ഷണം ചെയ്യൂ. മധ്യ നിയമം അനുവർത്തിക്കാൻ നീ എനിക്ക് പാത കാട്ടൂ. കൃപയേകൂ. നീ ജാഗ്രതാപൂർവം നൽവേളകൾ വേഗം തിരിച്ചറിയാൻ സഹനശക്തിയാൽ ധന്യനാക്കൂ. കേന്ദ്രീകരിക്കുമതൻ ശക്തിയെല്ലാം സുശീലങ്ങളിൽ നീരാട്ടുകെന്നെ. അപ്പോൾ മുങ്ങിപ്പോകും ദുശീലമെല്ലാം. അന്യന്റെ കുറ്റം ക്ഷമിക്കാൻ എനിക്കു നീ അനുകമ്പയേകൂ. ഞെരുക്കുകെന്നെയെല്ലാം ക്ഷണികമെന്നറിയാൻ കൃപയേകണേ എനിക്കിന്നിന്റെ അനുഗ്രഹങ്ങൾ വിലമതിക്കാൻ. വെറുപ്പിനെന്നെ വിധേയമാക്കൂ. അതൊരു അന്യനാകേണ്ട, പക്ഷേ എൻ പാത്രത്തിൽ സ്നേഹം നിറയ്ക്കൂ. അന്യരെ മിത്രങ്ങളാക്കാൻ തവേച്ഛ പോൽ മാത്രമേ സർവം ഭവിക്കൂ. ഞാനോ വെറുമൊരു ചെറുമുന്തിരി ശാഖയിൽ തനി ചള്ളിപ്പിടിച്ചിതാ തൂങ്ങിക്കിടക്കുന്നു. വ്യതിരിക്തനായി നീ എന്നെ വ്യത്യസ്തനായി തീർത്തു. ഓ ദൈവമേ, സത്യമായി സവിശേഷ സ്ഥാനമേകി നീ പ്രത്യേകമിന്ന് കാത്തിടുന്നു. എന്നെ നയിക്കൂ, തുണയ്ക്കുകെന്നെ, എൻ മാർഗം തെളിക്കൂ. ബീജാവാപവേളയിലും പിന്നെ പൊട്ടിമുളച്ചൊരു നേരത്തും നീ എനിക്കു വിധിച്ചതെന്തോ തീർന്നിടട്ടെ ഞാൻ അങ്ങനെ തന്നെ. ഈ ലോകമാകുന്ന മുന്തിരിത്തോട്ടത്തിൽ സഹായിക്കുകയെന്നെ, ഈ വിനീത വ്യാപാരിയെ നയിക്കുകയെന്നെ നീ. ഓ ദൈവമേ.